മാറ്റേണ്ടത് മാറ്റിയില്ലെങ്കിൽ ജനം അത് മാറ്റും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അതാണ്. നവകേരളം സൃഷ്ടിച്ചു എന്ന ആത്മവിശ്വാസത്തിൽ തുടർഭരണം ഉറപ്പാക്കിയിരുന്നു LDF നേതാക്കൾ. എന്നാൽ ഫലം വന്നപ്പോൾ 8 നിലയിൽ പൊട്ടുന്ന രീതിയിലുള്ള ഫലമാണ് വന്നത്. LDF നേതാക്കൾ ഒരിക്കലും ചിന്തിക്കാത്ത ഈ ഫലം എങ്ങനെയുണ്ടായി? വികസനത്തിനപ്പുറം ജനങ്ങൾ മറ്റു പലതും ചിന്തിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നേതാക്കളുടെ പ്രവർത്തന ശൈലി. ഇതൊക്കെ തന്നെ ചർച്ചയായപ്പോൾ LDFന് നന്നേ വിയർക്കേണ്ടി വന്നു. പരമ്പരാഗത വോട്ടുകൾ വരെ ചോർന്നു. ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ വരെ എന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കുറിച്ചുള്ള ആലോചന പാർട്ടികൾ ആരംഭിച്ചിട്ടുണ്ട്. LDFലെ എല്ലാ കക്ഷികളും ഇത് സംബന്ധിച്ച പരിശോധനകളും നടത്തി വരികയാണ്. എന്തുകൊണ്ട് തോറ്റു എന്നത് തന്നെയാണ് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറും പരിശോധിക്കുന്നത്. ആ ചോദ്യത്തിന് പലവിധ ഉത്തരങ്ങൾ ലഭിക്കും. നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് CPIയുടെ ദേശീയ കൗൺസിൽ അംഗവും MP-യുമായ അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാറാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണകാലഘട്ടത്തിൽ ഒരു തിരുത്തൽ ശക്തിയായി തന്നെയാണ് നിന്നത്. PM ശ്രീ ഉൾപ്പെടെയുള്ള വിവാദമായ വിഷയങ്ങൾ വന്നപ്പോൾ ഇതെന്ത് സർക്കാർ എന്നുപോലും ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് CPI സംസ്ഥാന സെക്രട്ടറിക്ക്. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചടി മുന്നിൽ കാണേണ്ടതായിരുന്നില്ലേ മുന്നണി? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം എന്തുകൊണ്ട് ഒരു പാഠമായില്ല? ഈ വിഷയങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ആരംഭിക്കുന്നു. അതിഥിയായി അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ. സ്വാഗതം സന്തോഷ് കുമാർ. നമ്മൾ വലിയ ആത്മവിശ്വാസത്തിൽ നിന്ന ഇടത്തു നിന്നാണ് 102 സീറ്റിലെ പരാജയം LDFനെ തേടിയെത്തിയത്. എന്തുകൊണ്ട് തോറ്റു എന്നത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് എന്തായിരിക്കും ഉത്തരം? അല്ല, ഒരു ഒറ്റവാക്കിൽ ആ ചോദ്യത്തിന് ഉത്തരം പറയുക സാധ്യമല്ല. അഥവാ ഒരു ഒറ്റവാക്കിൽ പറയാൻ നിർബന്ധിച്ചാൽ ജനം വോട്ട് ചെയ്യാത്തതുകൊണ്ട് തോറ്റു. എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്നതായി അടുത്ത. സാധാരണഗതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിലെ ഘടകകക്ഷികൾ തീർച്ചയായും അത് സംബന്ധിച്ച നല്ലതുപോലുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം പറഞ്ഞാൽ, പാർട്ടി അതിൻ്റെ സംസ്ഥാന നേതൃത്വം ഒരു പ്രാഥമികമായ ചില നിരീക്ഷണങ്ങൾ നടത്തി. തുടർന്ന് മണ്ഡലം ജില്ലാ കൗൺസിലുകളോടൊക്കെ യോഗം ചേരുകയാണ്. തുടർന്ന് വീണ്ടും സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു പരിശോധന കൂടെ നടത്തി ഒരു സമഗ്രമായ അവലോകന റിപ്പോർട്ട് തയ്യാറാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര കനത്ത ഒരു പരാജയം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കണക്കാക്കിയിരുന്നില്ല. ഞങ്ങൾ മറ്റ് പത്രപ്രവർത്തകരോട്, അതായത് മലയാളത്തിന് പുറത്തുള്ളവരോട് പറയുമ്പോൾ പ്രയോഗിച്ചൊരു വാക്ക് എംബരാസിങ് ആൻഡ് ഹ്യൂമിലിയേറ്റിംഗ് എന്നാണ്. അത്രമാത്രം ഒരു നിരാശപ്പെടുത്തുന്ന ഒരു ജനവിധി ഉണ്ടായി. അപ്പം ഇനിയിപ്പോൾ ആ വിധിയിൽ ദുഃഖിച്ചിട്ട് പ്രയാസപ്പെട്ടിട്ട് ഇരുന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. 2001 സമാനമായൊരു വിധി LDFനുണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ നേരത്തെ പറയുമ്പോൾ ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ താരതമ്യത്തിന് വലിയ പ്രസക്തിയില്ലെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടെ പോകും. അന്ന് VK നായനാരുടെ ഭരണം അവസാനിച്ച് തെരഞ്ഞെടുപ്പിന് നേരിട്ട് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രഗത്ഭരായിരുന്ന നേതാക്കന്മാർ, വെളിയം ഭാർഗവൻ, VS അച്യുതാനന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അന്ന് പിണറായി വിജയനാണെന്ന് തോന്നുന്നു, അവരൊക്കെ ഇരിക്കുന്ന ഒരു LDF ടീം, മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരും
അവ നയിച്ചപ്പോൾ അന്ന് CPIക്ക് 7 സീറ്റും CPM-ന് 24 സീറ്റുമാണ്. LDF-ന് പക്ഷേ മൊത്തം 40 സീറ്റ് കിട്ടുന്ന സ്ഥിതിയുണ്ട്. പക്ഷെ അന്ന് വോട്ട് ഷെയർ ഏതാണ്ട് 40%-ത്തിനടുത്തുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ആ പരാജയത്തെ അതിജീവിച്ചു. അതിനുശേഷമുള്ള ഭരണമാറ്റമൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, മാറിയും മറിഞ്ഞും ഒക്കെ അവ തുടർന്നുകൊണ്ടിരുന്നു. ഇത്തവണ പക്ഷേ കുറച്ചുകൂടെ സീരിയസ് ആയ ഒരു സെറ്റ് ബാക്കാണ്. അതിൽ LDF-ൻ്റെ വോട്ട് ഷെയർ കുറയുന്ന ഒരു സ്ഥിതിയുണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ മോശമാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 25-ലെ 58 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോഴത് 35 ചുരുങ്ങുന്ന സ്ഥിതിയുണ്ടായി. ഇതിലിപ്പോൾ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൻ്റെ ഒക്കെ ഒരു മാർജിൻ എന്ന് പറയുന്നത് 15,000 വോട്ട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം LDF-ൻ്റെ പരാജയം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ചർച്ച ചെയ്യുമ്പോൾ തന്നെ BJP ഉണ്ടാക്കിയിരിക്കുന്ന ഈ 3 സീറ്റിൻ്റെ വർധനവും അതുപോലെ അവർ കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയവും, അതിന് UDF-ൻ്റെ സഹായമുണ്ടെന്ന് ഞാൻ പറയാം. അതും ഞങ്ങൾ തുല്യ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോൾ CPIക്ക് സീറ്റ് 8ആയി, 32% വിജയം മാത്രമേ ഉണ്ടായുള്ളൂ. CPM-ന് സീറ്റ് 26ആയി, അവർക്കും ഒരു കനത്ത തിരിച്ചടി ഉണ്ടായി. അത് പരിശോധിക്കുന്നതോടൊപ്പം തന്നെ തുല്യ ഗൗരവത്തിലും പ്രാധാന്യത്തിലും കേരളം പോലുള്ള സംസ്ഥാനത്ത് BJP ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഈ പുതിയ രീതിയിൽ അവരുണ്ടായിക്കൊണ്ടിരിക്കുന്ന സീറ്റ് വർധനവിനെയും ഒക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പരിശോധിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നു. ഒന്ന്, എല്ലാ വിഭാഗം ജനങ്ങൾക്കിടെ, അത് മതന്യൂനപക്ഷങ്ങളെന്നോ ഭൂരിപക്ഷമോ എന്നുള്ള വ്യത്യാസവും ഇല്ലാതെ ഒരു കേന്ദ്രീകരണം LDF-ന് പൊതുവിലുണ്ടാകുന്ന സ്ഥിതിയുണ്ടായി. LDF അത് ശരിക്കും അർഹിക്കുന്നുണ്ടോ എന്നൊരു അല്ല, LDF-ന് എതിരായിട്ടുണ്ടായി. മതന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രീകരണം ഉണ്ടായി. ഞാൻ ആകെ മൊത്തമാണ് പറയുന്നത്. ഭൂരിപക്ഷ സമുദായത്തിൻ്റെയും ഒരു എതിരായ അഭിപ്രായം LDF-ന് ഉണ്ടായി എന്ന് കണക്കാക്കണം. അപ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ദൃശ്യമാണ്. ഇപ്പം മഞ്ചേശ്വരത്ത് LDF-ന് കെട്ടിവെച്ച കാശ് പോയി. അവിടെ 20,000-ലധികം വോട്ട് LDF-ൻ്റെത് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയുണ്ടായി. അങ്ങേയറ്റത്ത് വാമനപുരം പോലെ ഒരു മണ്ഡലം അരനൂറ്റാണ്ടായി കൈവശം വെക്കുന്നത് പോകുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ നമ്മൾ മണ്ഡലാടിസ്ഥാനത്തിൽ കൂടെ ഈ പരിശോധന നടത്തുമ്പോൾ ആ ഓരോ മണ്ഡലത്തിൻ്റെയും സവിശേഷമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ പയ്യന്നൂർ, തളിപ്പറമ്പ് ഒക്കെ ആ സവിശേഷമായ സാഹചര്യങ്ങളുടെ കൂടെ സൃഷ്ടിയാണ്. അതേസമയം പൊതുവിലൊരു കേന്ദ്രീകരണം LDF-നെതിരായിട്ട് ഉണ്ടായി. അതിൽ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറയും. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഭൂരിപക്ഷ സമുദായങ്ങളെയും അല്ലെങ്കിൽ പൊതുവിൽ മതനിരപേക്ഷ മനസ്സിലുള്ള എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ടാവണം. അതോടൊപ്പം CPI വിലയിരുത്തിയിരിക്കുന്ന ഒരു കാര്യം, ഇടതുപക്ഷ അനുഭാവമുള്ള, കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള, പരമ്പരാഗതമായി അതിന് വോട്ട് ചെയ്യുന്നവരിലും ഒരു സെക്ഷൻ UDF-ന് അനുകൂലമായി, ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായി LDF-നെതിരായിട്ട് ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 2 ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഘടകകക്ഷികളെ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ CPIക്കകത്ത് ഈ വിമർശനം ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തുറന്ന സമീപനമാണ്. കാരണം ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയപ്പോൾ ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയ ഒരു പാർട്ടിയാണ് ഞങ്ങൾ. സ്ഥാനാർത്ഥി നിർണയം ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങളൊന്നായിട്ട് പറയാൻ സാധിക്കില്ലെങ്കിലും അതും പരാജയത്തിൻ്റെ ഒരാക്കം കൂട്ടുന്നതിൽ അല്ലെങ്കിൽ ഒക്കെ പങ്കുവച്ചിട്ടുണ്ടാവണം. അപ്പോൾ ആ ഫാക്ടറും ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പിന്നെ വലിയ തോതിലുള്ള ഒരു നരേഷൻ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ വ്യക്തിയാധിഷ്ഠിതമായി കേന്ദ്രീകൃതമായിട്ട് പ്രചരണ പരിപാടികൾ പോകുന്നല്ലോ എന്നൊരു ആശങ്ക LDF-ൻ്റെ ഒരു സെക്ഷനകത്ത് ഉയർത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഞങ്ങളെ കമ്മിറ്റികൾ കൂടുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വ്യാപകമായിട്ട് പരിശോധിക്കുമ്പോൾ നിരവധി ഘടകങ്ങളാണ്. അപ്പോൾ അതിശക്തമായ പ്രചരണത്തിലൂടെയും ഒരു നരേറ്റീവ് ക്രിയേഷനിലൂടെയും ഒക്കെ എന്തായി എന്ന് പറഞ്ഞാൽ LDF-ൻ്റെ നേട്ടങ്ങളെക്കാൾ ഉപരി ഇത്തരം ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായി. പിന്നെ 5 കൊല്ലം കഴിഞ്ഞാൽ LDF പിന്നെ UDF എന്നൊരു രീതിയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് അതിജീവിച്ച് 10 കൊല്ലം കഴിഞ്ഞൊരു ഭരണമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാറ്റമെന്ന് പറയുന്നത് ആ നിലയിൽ അതിശയിക്കാനില്ല എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. എന്തായിരുന്നാലും ലെഫ്റ്റിൻ്റെ തന്നെയും ഗണ്യമായൊരു വിഭാഗം UDF-ന് വോട്ട് ചെയ്യുന്നത് കൂടിയാണ് നമ്മളിപ്പോൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. ഈ ഇടതുമുന്നണിയുടെ വോട്ട് അതൊരു ഉറച്ച വോട്ട് എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന വോട്ടാണ്. അതെവിടെയും പോകില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഉണ്ടായിരുന്നത്.
അതുകൂടി പോകാൻ എന്താണ് കാരണമെന്നാണ് ഇതിനകത്ത് ഒരു കാര്യം, ഈ നമുക്കിപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ ഒരു കോട്ട, കൊടുങ്കോട്ട, ഇളകാത്ത സ്ഥലങ്ങൾ എന്ന് പറയാവുന്ന ഒരു ഒരു ആ വിശേഷത്തിന് പെടുത്താവുന്ന സ്ഥലങ്ങളുണ്ടോ എന്നുള്ളത് ഗൗരവപ്പെട്ട ഒരു പരിശോധന നടത്തേണ്ടതാണ്. കാലം അതിവേഗത്തിൽ മാറുന്നു. ഓരോ വോട്ടറെയും സ്വാധീനിക്കുന്ന തരത്തിലുള്ള ധാരാളം പ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും നടക്കുന്നു. അതിനിടയിൽ നമുക്ക് ഒരു പാർട്ടിയുടെ കേന്ദ്രമാണിത് എന്ന് പൂർണ്ണമായും ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു അങ്ങനെ പ്രദേശങ്ങളെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ദുഷ്കരാവും. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കേരളത്തിലെ വോട്ടർമാർ കാണിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. നമ്മളിപ്പോൾ തളിപ്പറമ്പിലെ പരാജയത്തെക്കുറിച്ചിട്ട് കേരളം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്, തൃക്കരിപ്പൂരിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പക്ഷേ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോഴോ ഇതേ കേന്ദ്രങ്ങളിലെല്ലാം UDFന് മുൻകൈയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? ഒരു പക്ഷേ പയ്യന്നൂർ ഒഴികെ ബാക്കി എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും UDF ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഭാഗം, ഞാൻ ഉദാഹരണം പറയുന്നത് മാത്രമല്ല, ലീഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വോട്ടർമാർ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രതികരണം തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തുന്നതിന് കാര്യമില്ല. അതാണ് വോട്ടർമാരുടെ പ്രതികരണം. അപ്പോൾ അതിനെ ആ നിലയിൽ ഉൾക്കൊള്ളുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും ഇപ്പോൾ സന്തോഷ് കുമാർ എന്ന് പറയുന്നത് ഞാൻ ഒരു കാരണവശാലും വോട്ട് മാറി ചെയ്യില്ല. ഞാൻ ആകെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് പാർലമെന്റിൽ നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ, വൈസ് ചെയർ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ മാർഗരറ്റ് ആൽവക്കാണ്. ഞാനൊരു മാർഗരറ്റ് ആൽവക്ക് വോട്ട് ചെയ്യും, എല്ലാവരും വോട്ട് ചെയ്യും. അവല്ലാതെ ഞാൻ ഒരു ഘട്ടത്തിലും അപ്പം അങ്ങനെ എന്നെപ്പോലെ ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, നൂറുകണക്കിന് വോട്ടർമാരുണ്ടാവാം. പക്ഷെ അതിലുപരിയായി സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് മാറി ചിന്തിക്കുന്ന വോട്ടർമാർ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടെന്നും അവരാണ് ഒരുപക്ഷെ ഭൂരിപക്ഷമുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ അതുകൊണ്ട് ഒരു ഇളകാത്ത കോട്ട, കൊടുങ്കോട്ട എന്ന് പറയുന്നതിന് ആ സങ്കല്പങ്ങൾക്കൊക്കെ വലിയ മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രോഗ്രാമുകളിലും പരിപാടികളിലും വരുന്നവർ പോലും ഇലക്ഷൻ കാലത്ത് മാറി ചിന്തിക്കുന്നു എന്ന് നമ്മളെ ന്യായമായും സംശയിക്കേണ്ട സാഹചര്യങ്ങളാണ് സത്യസന്ധമായൊരു പരിശോധന നടത്തുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഈ ജനമെന്ന് പറയുന്നത്, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു വീക്ഷണമായിട്ടല്ല, പക്ഷേ എൻ്റെ ഒരു കണ്ടുപിടുത്തമായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു ഫിക്സ്ഡായ ഡെപ്പോസിറ്റ് അല്ല ഒരു പാർട്ടിയുടെയും. അപ്പോൾ ഞാൻ എൻ്റെ ബാങ്കിനകത്ത് നിക്ഷേപത്തിനകത്ത് എനിക്കൊരു തുകയുണ്ട്, അത് എനിക്ക് മാനേജ് ചെയ്യാം, പിൻവലിക്കാം, ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താം എന്നതുപോലെ ഒരു പാർട്ടിക്കും അതിൻ്റെ കൂടെ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റായിട്ട് കുറേ ആളുകളുണ്ട് എന്നുള്ളൊരു ധാരണയുടെ പുറത്ത് പാർട്ടി പ്രവർത്തനം നടത്തുക ബുദ്ധിമുട്ടായിരിക്കും. കേഡർമാർ, മെമ്പർമാരൊക്കെ സ്വാഭാവികമായിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് ഇപ്പോൾ ജില്ലയിൽ കുറേ മെമ്പർമാരുണ്ട്, ശരിയാണ്. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്കുള്ള വലിയൊരു ജനസഞ്ചയമുണ്ട്. അവരെ എപ്പോഴും നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച് അവരെ പരുവപ്പെടുത്തി കളയാമെന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. അതുകൊണ്ട് ഈ ഞാൻ പറയുന്നത്, താങ്കൾ ചോദിച്ചതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു പോയി, പക്ഷേ ഈ ജനം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ആത്യന്തികമായി വിലയിരുത്തുന്നത്. അതിനകത്ത് നമ്മുടെ പാർട്ടികളുടെ മെമ്പർമാർ, കേഡർമാർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടതുപക്ഷത്തിന് കാലാകാലങ്ങളിൽ വോട്ട് ചെയ്യുന്നവർ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ മാറിച്ചിമ്പിച്ച അനുഭവം കേരളത്തിലുണ്ട്. വയനാട് അസംബ്ലി സെഗ്മെന്റിന്റെ കീഴിൽ LDFന് 3-4 MLA ഉണ്ടായിരിക്കവേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിഭീകരമായി LDF തോക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു അത്ഭുതം എനിക്ക് ഈ കാര്യത്തിനകത്ത് ഉണ്ടാകുന്നില്ല. നമ്മൾ നന്നായി പാഠങ്ങൾ പഠിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് ലെഫ്റ്റിൻ്റെ സമീപനം കുറേ കൂടി മാറ്റുക എന്നത് കൂടിയാവും ഭാവി കേരളത്തിലും, ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല, ഭാവി കേരളത്തിലും അത് ആവശ്യമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പരാജയം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കുറേ കൂടി ഇലക്ഷൻ രംഗം ഞങ്ങൾ തന്നെ പ്രൊഫഷണലൈസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ആയിരിക്കുന്നു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ കേഡർമാരെയും അതിൻ്റെ രീതികളെയും മാത്രം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതി കൂടെ വന്നിരിക്കുന്നു. കാരണം ഒന്ന്, ഈ നമുക്ക് ഒരു സ്ക്വാഡ് വർക്ക് നടത്തിയിട്ട്, ഹൗസ് ക്യാമ്പയിൻ നടത്തിയിട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ആയിരക്കണക്കായ മനുഷ്യർ ഈ ജൻസി എന്നൊക്കെ പറയുന്ന ഒരു പുറത്താണ്. തെരുവിൽ ഒരു പ്രകടനം പോലും കാണാതെ, അല്ലെങ്കിൽ ഒരു പത്രം അവനിൽ വായിക്കാതെ, എന്നാൽ നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറയുണ്ട് നമ്മുടെ നാട്ടിൽ. അവരിലേക്ക് എങ്ങനെ പോകും? അതിനുള്ള സങ്കേതങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ? തമിഴ്നാട്ടിലെ TVKയുടെ വിജയം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെയും കൂടെ ഒരു വിജയമാണ്. ഇപ്പോൾ ഒബാമ ഈ നവസമൂഹ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആണ് വിജയിച്ചതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. ആ ടെൻഡൻസി പിന്നീടുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും ശക്തിപ്പെട്ടു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ ഞങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സ്ഥാനം തൃപ്തികരമല്ല. ഞങ്ങൾ CPIയുടെ സ്ഥാനം, ഞങ്ങളെ പരാജയമാണ്, ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പരാജയമാണ്. പക്ഷെ അതിങ്ങനെ വിലപിച്ചിട്ടും കാര്യമില്ല. ലെഫ്റ്റും പൊതുവിൽ ആ കാര്യത്തിനകത്ത് വേണ്ടത്ര പൊതുവിൽ ആസ് എ ഹോൾ പോയിട്ടില്ല എന്നാണ് ഞങ്ങൾ
മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഇടതുപക്ഷ വോട്ടുകൾ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഈ വോട്ടുകൾക്കൊക്കെ മാറ്റം വരാൻ അങ്ങനെ പല ഘടകങ്ങളുണ്ട്. നമ്മൾ ഈ കോട്ടകൾ എന്നൊക്കെ വലിയ രീതിയിൽ അഭിമാനം കൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തവണ വലിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായി. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അത് പ്രകടമായിരുന്നു, തളിപ്പറമ്പിലൊക്കെ. പക്ഷേ തളിപ്പറമ്പിലും പയ്യന്നൂരിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോക്കുക എന്ന് പറയുന്നത് അതൊരു ഞെട്ടൽ തന്നെയല്ലേ? അല്ല, ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പല തോൽവികളും അപ്രതീക്ഷിതമായിരുന്നു. സ്വാഭാവികമായിട്ടും പയ്യന്നൂരും തൃക്കരിപ്പൂരും തളിപ്പറമ്പും വൈക്കവും ചെറിയൻകീഴും ചാത്തന്നൂരും ഒക്കെ ഈ ഗണത്തിൽപ്പെടുന്ന സീറ്റുകളാണ്. അത് ഇപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു കോട്ടയായിരുന്നു അമേഠി. അമേഠിയിൽ രാഹുൽ ഗാന്ധി തന്നെ തോറ്റല്ലോ. നമ്മളിപ്പോൾ ധർമ്മടത്ത് മുഖ്യമന്ത്രി ഒരു 6 റൗണ്ട് പിറകിൽ പോയപ്പോൾ ഉണ്ടായ ആഘോഷമുണ്ട്. ആ ആഘോഷത്തിൻ്റെ വക്താക്കൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം, ഇന്ദിരാഗാന്ധി അതുപോലെ രാഹുൽ ഗാന്ധി തുടങ്ങിയ രാഷ്ട്രീയത്തിലെ വിവിധ പാർട്ടികളിലെ അധികായകന്മാരെല്ലാം തെരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടുണ്ട്. അപ്പോൾ ഈ ചരിത്രബോധമില്ലായ്മ കൊണ്ടാണ് ചിലതിനെങ്ങനെ അമിതമായ ആഘോഷം നടക്കുന്നത്. ബേസിക്കായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയാവുന്നത് പോലെ ജനം അങ്ങനെ ഒരു ഫിക്സ്ഡായ ഡെപ്പോസിറ്റായി ഒരു പാർട്ടിക്കും കണക്കാക്കാൻ സാധിക്കില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി ചിന്തിക്കാൻ, ആ മാറ്റം അനുസരിച്ചിട്ട് വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് സാധിക്കുമുള്ളതാണ്. പക്ഷെ അവിടെ ഗൗരവപ്പെട്ടൊരു കാര്യം, ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു നരേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് വളരെ ഫ്രാങ്കായിട്ട് ചോദിച്ചാൽ, നിങ്ങൾ മാധ്യമപ്രവർത്തകനുള്ള നിലയിൽ നാട് കാണുന്ന ഒരാളാണ്, ജനങ്ങളെ കാണുന്ന ഒരാളാണ്. ഞങ്ങളോട് സംസാരിക്കുമ്പോഴതിനേക്കാൾ ഫ്രാങ്കായിട്ട് നിങ്ങളോട് ആളുകൾ സംസാരിക്കും. ഞാൻ മനോജ് എന്നല്ല, എല്ലാ മാധ്യമപ്രവർത്തകരോടും സംസാരിക്കും. എന്ന് പറഞ്ഞാൽ പൾസ് അറിയാൻ ഞങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട്. നിങ്ങളെ ഇപ്പം ന്യൂനപക്ഷ വിരുദ്ധമാണ് LDF എന്ന് പറയുന്ന ഒരു നരേഷൻ കേരളത്തിലെ വ്യാപകമായി സൃഷ്ടിക്കപ്പെട്ടു. അത് ശരിക്കും എന്താണ് അതിന് ഒരു അടിസ്ഥാനം വേണ്ടേ? എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ ഒരു ന്യൂനപക്ഷ വിരുദ്ധനാണ്, ലെഫ്റ്റ് പൊതുവിൽ അങ്ങനെ ആകുന്നു, BJPയുമായി അവർ സഖ്യം ചേരുന്നു എന്ന മറ്റുള്ളൊരു നരേഷൻ വ്യാപകമായിട്ട് സൃഷ്ടിക്കപ്പെട്ടു? ന്യൂനപക്ഷങ്ങൾ ആസ് എ ഹോൾ ഒരു അങ്ങനെ അതൊരു വോട്ട് UDFന് വോട്ട് ചെയ്യാനൊരു കാരണമായി എന്നാണ്. ഇപ്പോൾ ചില മണ്ഡലങ്ങളിലൊക്കെ ന്യൂനപക്ഷ വോട്ടുകളുടെ സഹായത്തോടു കൂടിയാണ് LDF ജയിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അത് കയ്പമംഗലമായാലും നാട്ടികയായാലും ഞാൻ CPI ആയാലും ഒക്കെ ഉറപ്പായിട്ടും അഴീക്കോടൊക്കെ ആയാലും അതോടുകൂടി നമ്മൾ ജയിക്കുന്നത്. പക്ഷെ പൊതുവിൽ ഒരു കേന്ദ്രീകരണം LDFനെതിരായി ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. നിങ്ങൾ നോക്കും, വലിയ നരേഷൻ ഉണ്ടായി. അത് കേരളത്തിൽ വളരെ ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരു പ്രശ്നം പറഞ്ഞാൽ, ഇപ്പം ചരിത്രം ഒക്കെ പഠിച്ചുകൊണ്ടും അതൊക്കെ നോട്ട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ബാബരി മസ്ജിദ് തകർത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നൊന്നും വോട്ടർമാർ ഓർമ്മിക്കണമെന്നില്ല. ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയുടെ മതനിരപേക്ഷ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ടെക്ടോണിക് ഷിഫ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ഇതായിരുന്നു ആ സംഭവം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പല തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും തുടക്കം, അല്ലെങ്കിൽ ഔട്ട്ഫിറ്റുകൾ, മുസ്ലിം വിശ്വാസം എന്ന വ്യാജേന ഉണ്ടാക്കിയിരിക്കുന്ന പല ഔട്ട്ഫിറ്റുകളുടെയും തുടക്കം അതോടുകൂടിയാണ്. AK ആന്റണിയെ പോലെ ഇത്രയേറെ ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവന നടത്തിയിരിക്കുന്ന ഒരു നേതാവിനെ ഞാൻ കോൺഗ്രസിൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും വിനയപൂർവ്വം, ഇത് കേൾക്കുന്നവരോടൊക്കെ, അദ്ദേഹത്തെ പോലെ ഇങ്ങനെ നടത്തിയ ഒരാൾ കേരളത്തിലില്ല. ഈ അനർഹമായ ആനുകൂല്യം പറ്റുന്നു, സംഘടിത ശക്തി, അതൊക്കെ കേരളത്തിൻ്റെ ഈ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ എന്നാലും ലെഫ്റ്റാണ്. ഞങ്ങളെ നോക്കൂ, ഞാൻ ഇപ്പോൾ വ്യക്തിയുള്ള നിലയിൽ ഒരവകാശവാദത്തിൻ്റെ ഭാഗമായിട്ടല്ല, ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചിട്ട് പീഡിപ്പിക്കപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം ഓടിയെത്താൻ ശ്രമിക്കുന്ന പാർലമെന്റിലുണ്ട്, അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഞാനത് ഒരു ചാനലിനോട് എൻ്റെ ഒരു ഇതായിട്ട് പറയുന്നത്, അത് എൻ്റെ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ശ്വസിക്കുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ, പിന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ജൈവികമായ ആവശ്യമായിട്ടാണ് ഞാൻ ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നവരുടെ സ്ഥലത്ത് പോകുന്നത് കാണുന്നത്. അതിന് മീഡിയ എന്തുമാത്രം പ്രാമുഖ്യം കൊടുക്കുന്നു ഇല്ലയോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അത് പോകേണ്ടതാണ്. അത് മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്, അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ഞാനതിൻ്റെ കണക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ഒരു ന്യൂനപക്ഷ വിരുദ്ധനല്ലല്ലോ. ഞാൻ ഇപ്പോൾ CPIയുടെ ഒരു കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള നിലയിൽ, MP എന്നുള്ള നിലയിൽ ഒക്കെ, ഞാൻ ഒരു CPI സംബന്ധിച്ച് ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഞാനൊരു ന്യൂനപക്ഷ വിരുദ്ധനെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരെ എടുത്താലും വ്യക്തികൾ, ഞങ്ങൾ ആരെങ്കിലും ഇത്തരത്തിൽ AK ആന്റണിയെ പോലുള്ള പ്രസ്താവന നടത്തിയ ആളുകളല്ല. പക്ഷെ എന്താണ് കേരളത്തിൽ ഈ ഒരു നരേഷൻ വ്യാപകമായിട്ട് സൃഷ്ടിക്കപ്പെട്ടു.
അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു നരേഷൻ സൃഷ്ടിച്ചിട്ട് ന്യൂനപക്ഷങ്ങളെ എതിരായി നിന്നത് സോളിഡായ വേറെ എവിഡൻസ് ഒന്നുമില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ എല്ലാ ആളുകൾ പറയുന്നത്. ഇപ്പം അത് സ്വാഭാവികമായിട്ടും ബിനോയ് വിശ്വം എന്നതിനുള്ളൊരു പ്രതികരണം ഞങ്ങളുടെ പാർട്ടി അഭിപ്രായം കണക്കെ പറഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കാമായിരുന്നു എന്നുള്ള മട്ടിൽ അദ്ദേഹം ഒരു ഞാനാണെങ്കിൽ കയറ്റില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇതല്ല. പക്ഷെ അതൊക്കെ അത് വെച്ചുകൊണ്ട് ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ അളന്ന് ഒരു ന്യൂനപക്ഷ വിരുദ്ധനാണ് എന്നിങ്ങനെ വ്യാപകമായ പ്രചാരണം പടർന്നു ആവാണ്. അത് ഈ പിന്നെ വാട്സപ്പിലൂടെ മറ്റ് സങ്കേതങ്ങളിലൂടെ സംവിധാനങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന സ്ഥിതിയുണ്ടായി. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ എന്ത് കാര്യമാണ് നടത്തിയിരിക്കുന്നത്? അങ്ങനെ ഒരു കാര്യമില്ല. പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ കൂടുമ്പോൾ ചിലപ്പോൾ ചില അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മറ്റൊക്കെ ബാധിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ചില ആശുപത്രി നടത്തിപ്പുകാരെ ബാധിച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊഴികെ എന്താണ് ഇവിടെ നടന്നത് എന്നത് നമ്മൾ ഗൗരവപ്പെട്ടു. അപ്പം ഞാൻ പറയുന്നത് നരേഷൻ ഉണ്ടാക്കുന്നത് വലിയൊരു പങ്കാണ്. ആ നരേഷൻ ഉണ്ടാക്കുന്നത് BJP കൂടെ വേണ്ടിയാണ്. കാരണം 55% താഴെ വരുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ അകത്തായിട്ടാണ് വോട്ട് ബാങ്കാണ്. ആ ഹിന്ദു സമൂഹമാണ് നമ്മുടെ നാട്ടിൽ ലെഫ്റ്റ് പാർട്ടികളിലെയും അതുപോലെ കോൺഗ്രസിൻ്റെയും ഒക്കെ BJPയുടെ ഒക്കെ ഈ പാർട്ടികളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കേഡർമാരൊക്കെ വരുന്നത് ഇതിനകത്തു നിന്നാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ലെഫ്റ്റ് ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്നൊരു നരേഷൻ ഉണ്ടാക്കുക, BJPയുടെ കൂടെ കൂടുന്നവരാന്ന് ഒരു നരേഷൻ ഉണ്ടാക്കുക, അതിനൊപ്പം തന്നെ ഒരാശയക്കുഴപ്പം അങ്ങനെ സൃഷ്ടിച്ച് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന മതനിരപേക്ഷ വിശ്വാസികളിൽ പോലും ഇടതുപക്ഷത്തെക്കുറിച്ച് ഒരു അവമതിപ്പ് ഉണ്ടാക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തിയത്. അത് ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന വളരെ അപകടകരമായൊരു ശ്രമമാണ്. കേരളത്തിൽ BJP ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാനിപ്പോഴും താങ്കളോട് പറയുന്നു, ഈ പരിശോധനകളെല്ലാം നടക്കുമ്പോഴും ഒരു അവിശുദ്ധമായ കൊടുക്കൽ വാങ്ങൽ രാജീവ് ചന്ദ്രശേഖരനും വി ഡി സതീശനും തമ്മിൽ നടന്നിട്ടുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ എന്നോട് സമയം, സ്ഥലം, പ്രൂഫ് ഇതെങ്ങനെ ഒരു രണ്ടാളുകൾ നമ്മൾ ഇരുന്ന് സംസാരിച്ചൊരു ട്രീറ്റ് ഉണ്ടാക്കിയപ്പോഴല്ല. പക്ഷെ രണ്ടുപേരും കൂടെ രണ്ട് തരത്തിൽ കേരളത്തിൽ സൃഷ്ടിച്ച നരേറ്റീവ് ബോധപൂർവം ലെഫ്റ്റിനെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിൽ മതനിരപേക്ഷ വാദികളായിരിക്കുന്ന മനുഷ്യർക്ക് പോലും തെറ്റായൊരു സന്ദേശം കൊടുക്കുന്ന തരത്തിൽ അത് പ്രചരിപ്പിച്ചു എന്നതുകൂടി നമ്മൾ വളരെ ഗൗരവത്തിൽ കാണും. പക്ഷെ ഞങ്ങളിതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മറ്റാശങ്കകളില്ല. കാരണം രാഷ്ട്രീയത്തിനകത്ത് നിങ്ങൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കുക, ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയുന്നു, കോട്ടകൾ എന്ന ഇതിലല്ല, ജനമനസ്സുകൾ കീഴടക്കാൻ ഞങ്ങൾക്ക് വീണ്ടും സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇങ്ങനെ ഒരു നരേഷൻ, അതായത് LDFും BJPയും തമ്മിൽ ഒരു അന്തർധാര എന്നൊക്കെ രീതിയിലുള്ള പ്രചരണം നടക്കുന്നു. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിം സമുദായത്തിനെതിരെയും ഒക്കെ ഘോരഘോരം സംസാരിക്കുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും, ന്യൂനപക്ഷങ്ങൾ LDFിൽ നിന്നും അകന്നു പോകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെതിരെ അത് തടയാനുള്ള ഒരു ശ്രമം പരാജയപ്പെട്ടു പോയില്ലേ? ഞാൻ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അന്തസ്സുറ്റ പ്രവർത്തനം നടത്തുന്ന, കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിനും ഒക്കെ വലിയ പങ്കുവഹിച്ച, മുന്നേറ്റത്തിൽ വലിയ പങ്കുവഹിച്ചൊരു പാർട്ടിയാണ് CPI. ആ CPIയെ കുറിച്ച് നടേശൻ പല ഘട്ടങ്ങളിലും പല അഭിപ്രായം പറഞ്ഞല്ലോ. ലെഫ്റ്റിനെ സഹായിക്കാൻ വേണ്ടിയല്ല നടേശൻ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. ഒരു ഭാഗത്ത് BDJS എന്ന് പറയുന്ന ഒന്നിൻ്റെ രാഷ്ട്രീയം, അതായത് വടക്കേ ഇന്ത്യൻ മോഡലിൽ കേരളത്തിലും ഈ സ്വത്വ രാഷ്ട്രീയം കടത്തിക്കൊണ്ടുവന്ന് അതിനൊരു ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ജാതി സമം രാഷ്ട്രീയം, രാഷ്ട്രീയം സമം ജാതി എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് അതിനെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു BDJS. അപ്പോൾ അങ്ങനെ ഒന്നിനെ ഒരു ഭാഗത്ത് പരോക്ഷമായിട്ട് പീഡിപ്പിക്കും, വേറൊരു ഭാഗത്ത് LDFിൻ്റെ ബന്ധുവാണ് എന്ന് ചമയും. ഇതൊക്കെ ചെയ്തുകൊണ്ട് ആത്യന്തികമായി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതെല്ലാം തന്നെ ഇപ്പോൾ UDFിന് ഗുണകരമായിരിക്കുന്ന പ്രസ്താവനകളാണ്. LDFിനെ സഹായിക്കാനെന്നും പറഞ്ഞു നിൽക്കുന്ന UDFിന് ഗുണകരമാണ്, അല്ലെങ്കിൽ BJP ഗുണകരമാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് CPI അതിനൊരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എല്ലാ ജാതി മത സംഘടനകൾക്കും കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ ഒരു പങ്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും അവരുടെ ആ പങ്ക് അവർ വഹിച്ചോട്ടെ. പക്ഷെ അവർ രാഷ്ട്രീയത്തിനകത്തൊക്കെ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ആരും ആവശ്യപ്പെടാതെ തന്നെ ഗോഡ് ഫാദർ ചമച്ചിട്ടാണ് ഇവർ നടക്കുന്നത്. ഇത് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടല്ല. അവസരം നോക്കൂ, അത് ഇപ്പോൾ പിണറായി വിജയൻ അത് പറഞ്ഞില്ല, അല്ലെങ്കിൽ ലെഫ്റ്റ് പറഞ്ഞില്ല എന്ന് നമ്മൾ പറയുമ്പോൾ KPCC എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യം നോക്കിയാൽ എപ്പോഴും താൻ, ഞാൻ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതായിട്ടാണ്. അതേസമയം KC വേണുഗോപാൽ അങ്ങനെ പറയുമോ? അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാർ അങ്ങനെ പറയുമോ? രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെ അങ്ങനെ പറയും? അവരാരും അങ്ങനെ പറയില്ല. അപ്പോൾ ഒരു വ്യക്തി മാത്രം ഇതിൻ്റെ, അപ്പോൾ അയാൾ അത് ഇവരുടെ പാർട്ടി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടൊന്നും ഇവർക്ക് പറയാൻ സാധിക്കില്ല. KPCC അതിനെ അപലപിക്കുമോ? ഇല്ല. ഞാൻ പറയുന്നത്
അങ്ങനെ ഒരു ഒരു വടക്കാക്കി തനിക്കാക്കാമുള്ള ഇതിൻ്റെ ഒരു ഇമേജാണ് സതീശൻ വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങൾ സ്വീകരിച്ചത്. അതിരിക്കേണ്ടത് അവരുടെ ആഭ്യന്തര കാര്യം. ഞാനിപ്പോഴും പറയുന്നു, വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകളൊന്നും ഒരർത്ഥത്തിലും LDFനെ സഹായിക്കാൻ വേണ്ടിയുള്ളതായിരുന്നില്ല, ഒരു നിലപാടും സഹായിക്കാൻ വേണ്ടിയുള്ളതായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ സമുദായത്തിൻ്റെ ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനം ആരുടെയും അങ്ങനെ അവർക്ക് അട്ടിപ്പേറാവകാശം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ജാതി സംഘടനകളുടെ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ സാംസ്കാരിക പ്രസ്ഥാനങ്ങളായിരുന്ന സംഘടനകളെ, പിന്നെ SNDPക്ക് വലിയ നവോത്ഥാനത്തിൽ വലിയ പങ്കുവച്ചൊരു സംഘടനയാണല്ലോ, അതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം കൂടെ ആ ജാതി വിശ്വാസികളെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. സാഹചര്യത്തിനനുസരിച്ചിട്ട് അത് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറയുമ്പോൾ ഈഴവ വോട്ട് മുഴുവൻ LDFിലേക്ക് വരും എന്നൊരു തെറ്റിദ്ധാരണ ഇപ്പുറത്തുണ്ടായിപ്പോ? ഒരിക്കലുമില്ല. കാരണം ഞാൻ നോക്കൂ, ഈ കേരള രാഷ്ട്രീയം പതിറ്റാണ്ടുകളായി കാണുകയും അതിലൊരു വളരെ നിർണായകമായ ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന ഒട്ടേറെ നേതാക്കന്മാരുണ്ടല്ലോ LDFിനകത്ത്. അവരങ്ങനെ ഒരു മോട്ടീവുള്ളവരൊന്നായിട്ട് ഒരിക്കലും മാറില്ല. പക്ഷേ കുറെ കൂടി ശക്തമായി അപലപിക്കാമായിരുന്നു എന്നൊരു ഫീലിംഗ്, കുറെ കൂടി ശക്തമായി തള്ളിപ്പറയാമായിരുന്നു. വെള്ളാപ്പള്ളിയെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടാകുമായിരുന്നു. വെള്ളാപ്പള്ളിയെ മാറ്റി നിർത്താൻ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചൊന്നുമില്ലല്ലോ. വെള്ളാപ്പള്ളി സ്വയമേവ ഞാൻ ഇതിന്റെ ആളാണ് എന്ന മട്ടിൽ അങ്ങ് പറയുന്നതാണ് ഇത് പലപ്പോഴും. പിന്നെ പറഞ്ഞാല് പ്രവചന സ്വഭാവത്തോടുകൂടി, പ്രവാചക സ്വഭാവത്തോട് പറയുന്നു. പിന്നെ നാട്ടിലെ എല്ലാവരെയും അളക്കാനുള്ള ഒരു അളവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് അദ്ദേഹം സ്വയം വിശ്വസിക്കുന്നു. അങ്ങനെ കുറെ പ്രസ്ഥാനം നടത്താണ്. പിന്നെ ഇത്രയും പ്രായമായിരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മളെ അങ്ങനെ എല്ലാവർക്കും കയറിയിട്ട് ഇങ്ങനെ, ഞങ്ങളുടെ ഒരു കൾച്ചറല്ലല്ലോ അത്, അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല. എല്ലാത്തിനും നാട്ടിൽ കണ്ട എന്ത് കാര്യത്തിനകത്താണ് എനിക്ക് തോന്നുന്നു ട്രംപിനെയും പിന്നെ മറ്റേ എന്താണ് നെതന്യാഹുവിനെയും ഒഴികെ ബാക്കി എല്ലാവരെ കുറിച്ചും അദ്ദേഹം അഭിപ്രായം പറയുന്ന ഒരാളാണ്. ശരിക്കും UDFനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മിക്കവാറും എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ വിഭജനത്തിന്റെ BJPയുടെ ഒരു വോട്ട് ബാങ്കും സംവിധാനങ്ങളും ഒരു ഭാഗത്ത് ഉറപ്പിക്കുകയും പിന്നെ UDFനെ സഹായിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുക എന്ന മട്ടിൽ. കാരണം വെള്ളാപ്പള്ളി നടേശൻ എത്ര പറഞ്ഞാൽ ഈ മുസ്ലിം സമൂഹത്തിന് പൊതുവിൽ BJPയോടുള്ള ഒരു കടുത്ത വിയോജിപ്പിൻ്റെ പ്രശ്നമുണ്ട്. അത് സമൂഹം പൊതുവിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമ്രാജ്യത്വ ഒരു നിലപാടുണ്ട്. അതിനകത്തേക്ക് സംഘപരിവാറിന് കടന്നു കയറുക വളരെ ദുഷ്കരമാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യം അത്യാവശ്യം ഈ വിടുവായത്തമോ അല്ലെങ്കിൽ അനാവശ്യ വർത്തമാനം പറയുന്നവർക്കൊക്കെ അറിയാം. അപ്പം ഫലത്തിൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ വോട്ട് ബാങ്കിനാണത് ബാധിക്കാൻ പറ്റുന്നത്. ആ വിഭാഗത്തിൻ്റെ എതിർപ്പിനെ കംപ്ലീറ്റ് ഏറ്റുവാങ്ങിക്കേണ്ടി വരും. ഇടതുപക്ഷത്ത് തന്നെയുള്ള മനുഷ്യരുടെയും പുറത്തുള്ള മതനിരപക്ഷവാദികളുടെയും എതിർപ്പും കൂടി LDF ഏറ്റുവാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഫലത്തിൽ ഇത് വലിയ ദോഷം ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു പ്രയോജനം ചെയ്തില്ല എന്ന് മാത്രമല്ല, അത് വലിയ ദോഷം ചെയ്തു എന്ന് വേണം ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ അത് പിന്നെ കുറച്ചും കൂടെ ശക്തമായി അപലപിക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇടപെടാമായിരുന്നു എന്ന്. കാരണം ഈ നരേഷൻ സൃഷ്ടിക്കുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഖാവ് പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ടുള്ള LDFൻ്റെ നേതാക്കന്മാർ ആരെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവന നടത്തുകയോ എന്തെങ്കിലും കാര്യം ചെയ്യുമായിട്ട് ഒരാൾക്കും പറയാൻ പറ്റില്ല. അങ്ങനെ പ്രവൃത്തിയുമില്ല, അല്ലേ? AK ആന്റണി എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു നേതാവ് ഒരു ഭാഗത്ത് നിൽക്കുകയും അതെല്ലാം ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. വളരെ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ ആ പ്രസ്താവനകളൊക്കെ ശരിയാണെന്ന് കേരളത്തിൻ്റെ നിലവിലുള്ള മുഖ്യമന്ത്രി പറയുമോ? കേരളത്തിൻ്റെ നിലവിലുള്ള മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ നേതാവാണല്ലോ ഇത്. ഇപ്പം വ്യക്തിപരമായിട്ട് ചില നിലപാടെടുത്തിട്ട് അതിനെ പ്രകീർത്തിക്കുക, അതിനെ പ്രൊജക്റ്റ് ചെയ്യുക, അതിനെ ഇങ്ങനെ വിൽക്കുക, അതിൻ്റെ പുറത്ത് ഞാൻ വലിയ ഇതിൻ്റെ ആളാണെന്ന് പറയുക. അതേസമയം അദ്ദേഹം ഈ സ്ഥാനത്തെത്താൻ വലിയ കാരണക്കാരനായി എന്ന് പറയുന്ന ഒരാൾ നടത്തിയിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്. ആ പ്രസ്താവനകൾ ഏതെങ്കിലും ഒരു പ്രസ്താവന തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ അയാളെ ഹിപ്പോക്രാറ്റ് അല്ല എന്ന് സമൂഹത്തിന് കാണിക്കാൻ പറ്റുക. ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ഒരാൾ ആവശ്യപ്പെടാതെയുള്ള മേനി പറച്ചൽ എന്ന് പറയുന്നത് ഒരു തരത്തിൽ എന്താണ് LDFന് ദോഷം ചെയ്തു എന്ന് വേണം കണക്കാക്കാൻ. ഇതൊരു കാര്യം, ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം. മറ്റൊന്നാണ് നേതാക്കളുടെ ശൈലി. പല പ്രസ്താവനകൾ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വീട്ടിൽ പോയി ചോദിക്കൂ എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യം കൂടിയാണ്. നമ്മൾ ഇത് മാത്രമാണ് ഈ സോഷ്യൽ മീഡിയയിൽ, താങ്കൾ നേരത്തെ പറഞ്ഞ ആ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പ്രചരിക്കുന്നത്. ഇതൊക്കെ തിരിച്ചടിക്ക് കാരണമല്ലേ? അല്ല, സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും ഒരു ഫേക്കായ നരേഷൻ ഉണ്ടാക്കാൻ, നമ്മൾ ഹിന്ദിയിൽ ഒരു മാഹോൽ, ഒരു പ്രത്യേകമായ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള വലിയ പരിശ്രമം അടക്കമുണ്ട്. അതിനിടയിൽ സത്യം പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോകും. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളാണ് ഏറ്റവും ഗൗരവപ്പെട്ട പ്രശ്നങ്ങളെന്ന് പിന്നെ സമൂഹത്തിൽ ഇങ്ങനെ എത്തിപ്പിക്കുകയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ ഞാൻ നിർഭാഗ്യകരെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് അങ്ങനെ ആയിപ്പോയിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ
പിന്നെ ദേഷ്യം ഒരാൾ പരസ്യമായിട്ട് കാണിച്ചു എന്ന് വെച്ചോളും. അതാണ് ഏറ്റവും അയാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണത്, അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണ് എന്ന മട്ടിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, നമ്മളാരെങ്കിലും ഈ പൊതുസമ്മേളനത്തിന്റെ മുമ്പിൽ നിന്ന് ഈ ഇപ്പം എന്നെപ്പോലെ ഒരാളോട് ചോദിച്ചാൽ ചിലപ്പോൾ അതെല്ലാം എടുക്കുമായിരിക്കാം. പക്ഷെ വളരെ സീനിയറായിരിക്കുന്ന, വളരെ പ്രമുഖരായിരിക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ നിരവധി യോഗങ്ങളിൽ പോകേണ്ട ആളുകളോട് പറഞ്ഞ് പിന്നെ അയാൾ ചിലപ്പോൾ അതിനൊരു ഉത്തരം പറയാൻ ശ്രമിച്ചു, പിന്നെ അപ്പോഴത്തേക്ക് വേറെ ആൾ എഴുന്നേറ്റ് നിന്നു, ഇങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് ഊഹിക്കാലും. അപ്പം അതിനിടയിൽ സ്പോണ്ടേനിയസ് ആയി വന്നു പോകുന്ന ഒരു കാര്യത്തെയാണ് അതീവ ഗുരുതരമായി ഗൗരവമായി ചർച്ച ചെയ്യുന്നത്. അതൊക്കെ കേട്ടില്ലെന്ന് നടിക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ല, ഞാൻ ആ ഭാഗം സംഭവിച്ചു. ചിലപ്പോൾ അത് കേട്ടില്ലെന്ന് നടിക്കാമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ വ്യക്തിയും എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിനകത്തുള്ള ഏറ്റവും ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണോ അത്? നമ്മൾ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്ത, ഇത്രയേറെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോയ, ഇപ്പോൾ പിണറായി വിജയൻ തന്നെ ഒരു ഈ കോവിഡ് കാലത്ത് കുറേ പത്രസമ്മേളനങ്ങൾ നടത്തി. ആ പത്രസമ്മേളനങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് കഴിഞ്ഞ ചിലപ്പോൾ ചർച്ചയായി, എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയക്ക് അതൊരു നരേഷൻ അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്? ആ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് നടത്തിയിരിക്കുന്ന ശക്തമായ പരാമർശങ്ങൾ, കാര്യങ്ങൾ, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായിട്ട് പറയുന്നില്ല. ഞാനങ്ങനെ ഒരാളുടെ ആരാധകനല്ല. ഓരോ രാഷ്ട്രീയ നേതാവിനോടുള്ള പിന്നെ സമീപനങ്ങൾ എന്ന് പറയുന്നത് പൊളിറ്റിക്സ് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അല്ലാണ്ടുള്ള ഷാർപ്പായ പ്രതികരണങ്ങളുണ്ട്, ആ പ്രതികരണങ്ങളൊന്നും എന്തുകൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോകുന്നത്? ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് കേരളത്തിലാകെ ഇതാക്കിയിട്ട്. സിദ്ധരാമയ്യ ഇങ്ങനെ എത്രയോ പരാമർശങ്ങൾ നടത്തിയത് ഉണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. ഞാൻ അങ്ങനെ ഓരോ ചരിത്രം പറയുന്നില്ല. അങ്ങനെ എന്തെല്ലാം ഇപ്പോൾ രേവന്ത് റെഡ്ഡി ഇവിടെ വന്ന് നടത്തിയ പരാമർശം എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ച ഒരു പരാമർശമായിരുന്നില്ല. ഞാനിപ്പോൾ അതിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് വലിയ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷെ അയാള് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരു സംസ്ഥാനത്ത് വന്നിട്ട്, ഒരുപക്ഷെ ഞാൻ സീനിയോറിറ്റിനെ മാനിക്കണം എന്ന് പറയുന്നില്ല, പക്ഷെ വേറൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോട് എടുക്കേണ്ട സമീപനം രാഷ്ട്രീയ അതിലൊക്കെ അവർ വിജയിക്കുകയാണ് ചെയ്തത്, ഒരു പ്രകോപനം ഉണ്ടാക്കി. ഞാൻ പറയുന്നത് അതാണ്. അപ്പൊ ആ ഒരു നരേഷൻ വളരെ ബോധപൂർവം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടിയിരുന്നത് അത്തരം കാര്യങ്ങളല്ല. ചർച്ചയെ സ്ഥിതിക്ക് ഇപ്പം ഞാനത് വിലപിച്ചിട്ട് കാര്യമില്ല, പക്ഷെ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് അതിന് വലിയ പ്രചാരം കൊടുത്തു, പ്രചുര പ്രചാരം കൊടുത്തു. ഇപ്പം പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ രംഗത്തുള്ള ഒരാൾ, ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരാൾ, അപ്പം അവരെ അങ്ങനെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് പകരം ഇതൊക്കെയാണ് എന്ന നിലയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പ്രളയകാലം വന്നപ്പോൾ അതിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത് കണ്ടു. ആ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഡീൽ ഇൻ ദ സെൻസ് ദാറ്റ് എങ്ങനെയാണ് ഒരു ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ആ വളരെ ഫലപ്രദമായി ഉത്തരവാദിത്തം നിറവേറ്റത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അത്തരം കാര്യങ്ങളൊക്കെ ഒന്നും ഊന്നൽ കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള നരേഷൻസിന് വലിയ രീതിയിൽ പ്രാമുഖ്യം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ പറയാവുന്നത് പോലെ UDF നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള സ്കൂട്ടനിയിൽ നിന്ന് പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നതാണ് സാഹചര്യം. ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖനായ MP-യുടെ ഭാര്യ അദ്ദേഹത്തിൻ്റെ തന്നെ മണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥലത്ത് മത്സരിച്ചു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ചു. ഞാൻ ഈ പറയാവുന്ന പോലെ ചില മണ്ഡലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയുടെ അവസാനെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ എവിടെയും കാണുന്നില്ല. നമ്മൾ VK ശ്രീകണ്ഠൻ MP-യുടെ ഭാര്യയാണ് KA തുളസി എന്ന് അറിയില്ല. അതൊരു ചർച്ചയായിട്ടേ വരുന്നില്ല. ഇപ്പം ഞാനിപ്പം ഈ ആളുകളെല്ലാം തന്നെ പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കണക്കാക്കേണ്ടതുള്ള പോളിസിക്കാരാണ്. അവരൊക്കെ പതിറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ളവരാണ്. അവരെ ആ നിലയിൽ കണക്കാക്കാനുള്ള പോളിസിക്കാരനാണ് ഞാൻ. പിന്നെ ഓരോ മണ്ഡലത്തിൻ്റെയും പ്രത്യേകമായ സാഹചര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ടോ വേണ്ടിയോ ഉള്ളതൊക്കെയാണ് വേറൊരു കാര്യം. പക്ഷേ എന്തുകൊണ്ടാണ് ഒരാളും മാധ്യമങ്ങൾ അത് ചർച്ചയാകാതെ പോകുന്നത്? സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഒരു നല്ല സെയിലെടുത്ത് ഒരാൾ അത് വരുന്നു. പിന്നീട് അവിടെ വേറെ ആരും മന്ത്രിയാകുന്നതിന് മുൻപ് അവർ തന്നെ ആകുന്നു. അപ്പം അതെന്തുകൊണ്ടാണ് നമ്മൾ അത് ഞാൻ പറയുന്നത്? അപ്പൊ ഒരു മീഡിയയുടെ ഒരു റോൾ ഉസ്മാനേക്കാൾ പരിഗണനയാണ് ഈ മീഡിയ അല്ല, അവരുടെ ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞാൽ മീഡിയ ആ കാര്യത്തിനകത്ത് മറ്റതൊക്കെ ഒരു 10 വരി എഴുതുമ്പോൾ അതുകൊണ്ട് ഒരു വരിയാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫേക്കായ നരേഷൻ കേരളത്തിൽ ഉണ്ടാക്കുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചു എന്നതൊരു വസ്തുതയാണ്. അപ്പം ഇത്തരത്തിലുള്ള ചില ഒറ്റപ്പെട്ട പരാമർശങ്ങൾ, കാര്യങ്ങൾ ഒക്കെയാണ്. പിന്നെ ഞാൻ നോക്കൂ, 1996 മുതൽ 2001 വരെ സഖാവ് EK നായനാണ് കേരളം ഭരിച്ചത്. അദ്ദേഹം വളരെ സരസപ്രിയനും
വളരെ വളരെ ആളുകളോട് എന്താണ് ഇത്തരത്തിലൊന്നും പറയാത്ത ആളായിട്ടാണ് വിവക്ഷിക്കപ്പെടുന്നത്. പക്ഷെ അന്ന് LDF CPM-ന്റെ സീറ്റ് 24ആണ്. അപ്പം അതും ഒരു ഭാഗത്തുണ്ട്. എന്തായിരുന്നാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ ആവശ്യത്തിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് അതിനെ പിന്നെ അതാണ് ഈ വ്യക്തികൾ, അതാണ് ഈ വ്യക്തിത്വം, അതാണ് ഇടതുപക്ഷത്തിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ എന്ന് വരുത്താനുള്ള വലിയ പരിശ്രമം നടന്നു. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതൊക്കെ ഒരു സമൂഹത്തിൻ്റെ ഭാവിയിൽ എത്രയേറെ ഗുണം ചെയ്യും എന്ന് നമ്മൾ കണക്കാക്കേണ്ടതാണ്. ക്ഷോഭിക്കുക അല്ലെങ്കിൽ തുറന്ന് പറയുക, ചിലപ്പോൾ കുറച്ച് ഇതാവുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സഹജമായിരിക്കുന്ന ഒരു സ്വാഭാവികത കൂടിയായിട്ട് നമ്മൾ കണക്കാക്കാൻ ഈ പറ്റും. നേതൃസ്ഥാനത്തൊക്കെ ഉള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ പൊതുസമൂഹത്തിലേക്ക് ഇങ്ങനെ അല്ല, എത്തും അത് അത് എന്നുള്ള പക്ഷേ ഒരു ഏകപക്ഷ അത് പലപ്പോഴും ഏകപക്ഷിയാണ്. ഞാൻ നോക്കൂ, ഈ എറോഗൻസ് അല്ലെങ്കിൽ ഞാനിതിനെ ഒന്നിനും ന്യായീകരിക്കുന്ന ആളല്ല. നമ്മൾ പരമാവധി മാന്യമായിട്ട് പെരുമാറുന്നതൊക്കെ വേറെ. പക്ഷേ എറോഗൻസ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വീക്ഷിക്കുമ്പോഴെല്ലാം തന്നെ ഏറിയും കുറഞ്ഞും മിക്കവാറും നേതാക്കന്മാർക്കിടയിലുണ്ട്. അത് നിങ്ങൾ വളരെ അടുത്തിടപഴകുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുക. ചിലർ വളരെ സമർത്ഥമായിട്ട് അതിനെ മറച്ചു വെക്കുന്നു, ചിലർ പൊട്ടിത്തെറിക്കുന്നു, ചിലർ ഒരു ഒരു മെഡീരിയൽ അവർ ഒരു എന്താ പറയുക ഒരു മധ്യവർത്തി സമീപനം സ്വീകരിക്കുന്നു എന്നൊക്കെ ഉള്ളൂ. പക്ഷെ അത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നത് അതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തികളുടെ നേതാക്കന്മാരുടെ സംഭാവനകളെ മുഴുവൻ ശ്രദ്ധേയ തരത്തിലേക്ക് ആ പ്രചരണം പിടിക്കുന്നത് എന്തുമാത്രം ശരിയാണെന്നാണ് നമ്മൾ ഇപ്പൊ പരിശോധിക്കേണ്ടത്. റോഡ് സൈഡ് മുഴുവൻ ഹോൾഡിംഗ് ആണ്. മറ്റാരുണ്ട് എന്ന ഒരു വലിയ ലെറ്റർ, അതിനേക്കാൾ വലിയ പിണറായി വിജയന്റെ ചിത്രം. ആ ചിത്രം തന്നെ ഒരു ചുവപ്പും കറുപ്പും ഒക്കെ കലർന്നിട്ടുള്ള ഒരു 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 രീതിയിലുള്ള ഒരു അല്ല, ചിത്രം. PR ഏജൻസികൾക്ക് ആ പരസ്യവാചകം തയ്യാറാക്കുന്നതിലും അത് അങ്ങനെ ഇങ്ങനെ ആ ഹോർഡിങ്സ് സ്ഥാപിക്കുന്നതിലും ഒരു പങ്കുണ്ടാവണം. കാരണം അത് നാട്ടിലെ സാധാരണ പാർട്ടി പ്രവർത്തകന്മാർ സ്ഥാപിക്കുന്ന ബോർഡുകളല്ലല്ലോ. അല്ല, അങ്ങനെ അത് സാധ്യമല്ല ആ നിലയിൽ സ്ഥാപിക്കാൻ. അപ്പോൾ അത് ഒരു പക്ഷേങ്കിൽ ആ ബോർഡുകൾ ഒരു തെറ്റായ സന്ദേശം കേരളത്തിൽ കൊടുത്തു. ഉദ്ദേശം ഒന്ന് വേറെ ആവാം, ആണ്. കാരണം മറ്റാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തെ പോലെ ഇത്ര മനോഹരമായി എന്നെപ്പോലെ നിന്നെ ഇഷ്ടപ്പെടാൻ മറ്റാരുണ്ട്, ഇത്രയേറെ അല്ലെ എനിക്കിത് ചെയ്യുന്ന പോലെ മറ്റാർക്ക് കഴിയും എന്നൊക്കെ പറയുന്ന ഒരു പോസിറ്റീവ് സെൻസിൽ അതിനെ എടുക്കാമായിരുന്നു. പക്ഷെ അതൊരു അങ്ങനെ ഉണ്ടല്ലോ, ഒരു അഹങ്കാരത്തിന്റെ ആ ഒരു ഭാഷയായിട്ട് അതിനെ ഡൈവേർട്ട് ചെയ്യിക്കുന്നതിലും വലിയൊരു പങ്ക് വഹിച്ചു. നമ്മൾ എന്താണ് നേട്ടങ്ങൾ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വീട് കൊടുത്തു, മറ്റാരുണ്ട്, എന്താണ് ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ ഒരു പക്ഷേ മറ്റാരുണ്ട് നോക്ക. അപ്പൊ അത് ഒരു വെല്ലുവിളിയായിട്ട് ഉള്ള കൺവേർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കേരളത്തിലെ അനുഭവം ഉണ്ടായി. ഉദ്ദേശം അങ്ങനെയെല്ലാം നമുക്കറിയാലോ. അപ്പൊ അത് കേരളത്തിൽ വ്യാപകമായിട്ട് സ്ഥാപിക്കപ്പെട്ടു. അത് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റായ സന്ദേശം ആ ബോർഡുകൾ കൊടുത്തു എന്ന ഒരു ചർച്ച ഞാനിപ്പോ ഞങ്ങളെ പാർട്ടി കമ്മിറ്റിക്കകത്ത് വന്നിട്ടുണ്ട്. ആദ്യത്തെ ഇത് LDF വരും, എല്ലാം ശരിയാകും. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു സാന്ത്വനം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റാരുണ്ട് എന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതൊരു അഹങ്കാരത്തിന്റെ ഭാഷയും. ഇത് രണ്ടും അല്ല, മനോജ് പറഞ്ഞതിനകത്തിന് ഉത്തരവുണ്ട്. മനോജിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു മാധ്യമപ്രവർത്തകന് ആദ്യം കേട്ടപ്പോൾ ഒരു കുളിരുണ്ടായി, പിന്നെ കേൾക്കുമ്പോൾ അത് വേറെ തരത്തിൽ തോന്നി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവളിൽ ഉൾക്കൊള്ളുന്നത്. ഇപ്പം ഞാൻ പങ്കെടുത്ത ഒട്ടേറെ പാർട്ടി കമ്മിറ്റികളിൽ ഈ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ശക്തമായിട്ട് ആളുകൾ പറഞ്ഞു ഇത് വളരെ നെഗറ്റീവായൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞത് പോലെ നിന്നെ സഹായിക്കാൻ, നിന്നെ സ്നേഹിക്കാൻ എന്നെക്കാൾ മറ്റാർക്ക് പറ്റും എന്ന മറ്റൊരു ഉദ്ദേശമായിരിക്കാം ഇത് വന്നിട്ടുണ്ടാവുക. പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് വളരെ തെറ്റായ, വളരെ ഒരു ഔദ്യത്വത്തിന്റെ ഭാഷയാണ് എന്ന മട്ടിൽ ചർച്ച വന്നു. CPI സംസ്ഥാന കൗൺസിൽ ആത്യന്തികമായിട്ട് ഇപ്പോൾ ഒരു അവലോകനത്തിലേക്ക് വന്നില്ലെങ്കിലും ഞങ്ങളെ പാർട്ടി കമ്മിറ്റികളിലെല്ലാം തന്നെ ആ ബോർഡുകളെ കുറിച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിലാണ് സഖാക്കൾ പ്രതികരിച്ചത്. അത് ഒഴിവാക്കാമായിരുന്നു എന്നതാണ്. പക്ഷെ 2 തവണയും LDF മുന്നോട്ട് വെച്ച ക്യാപ്ഷൻ രൂപത്തിൽ മുന്നോട്ട് വെച്ച ആശയങ്ങൾ കേരളം സ്വീകരിച്ചു. പക്ഷെ 3-ാം തവണ പാളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ അതിലെ ആ ഫോട്ടോ അത് വലിയ രീതിയിൽ എല്ലാവരും പറയുന്ന കാര്യം തന്നെ. ഈ ബോർഡ് വെക്കുമ്പോൾ തന്നെ കണ്ട ആ ഫോട്ടോ, ഇതെന്ത് ഫോട്ടോ എന്നുള്ള രീതിയിലേക്ക് വന്നു. അതായത് ഒരു പാളിച്ച ആ രീതിയിൽ ഒരു PR ഏജൻസിക്ക് എല്ലാം വിട്ടുകൊടുത്തു, അതിൽ വലിയ രീതിയിൽ പാളിച്ചകൾ സംഭവിക്കുന്നു. അല്ല, നമ്മുടെ ഈ PR ഏജൻസീസിന് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ലോകവ്യാപകമായി തന്നെ ഒരു പങ്ക് വഹിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ LDF ഇലക്ഷൻ കാലത്ത് പോസ്റ്റർ അടിക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ വെക്കാറുണ്ടായിരുന്നില്ല. ഞാൻ വോട്ട് ചെയ്യുന്ന കാലമല്ല അത്, പക്ഷെ എനിക്ക് ആ കാലം ഓർമ്മയുണ്ട്. സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഫോട്ടോ വെക്കില്ല.
UDF സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഉണ്ടാവും, നമ്മുടെ ഫോട്ടോ വെക്കാത്ത. നമ്മുടെ എനിക്ക് ഓർമ്മ ടി ഗോവിന്ദനൊക്കെ മത്സരിക്കുന്ന കാലത്താണ് ഉണ്ടാവും, എനിക്കത് എക്സാക്ട് photo സ്ഥാനാർത്ഥിയുടെ പേര് വരുന്നില്ല. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ കാലം മാറി, കാരണം മാറുന്ന കാലത്തിനനുസരിച്ച് പ്രൊഫഷണലൈസ് ചെയ്യണം. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സാധാരണ പാർട്ടി പ്രവർത്തകർ ഒരു ബോർഡ് തയ്യാറാക്കി എഴുതി അത് കൊണ്ട് സ്ഥാപിക്കുന്നത് പോലെ ഇത് നടത്താൻ കഴിയില്ല. അത് ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത്. അതേസമയം വ്യാപകമായിട്ട് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു കൊടുക്കണമെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസീസിൻ്റെ സഹായം തേടണം. നമ്മളിപ്പോൾ എക്സ്റ്റേണൽ ഏജൻസീസിൻ്റെ സഹായം മുൻപും തേടിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് കുറേ കൂടി ശക്തമായി അത് ആവശ്യം വരുന്നൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഏജൻസീസ് തയ്യാറാക്കുന്ന കൺസൾട്ടേറ്റ് ആണുണ്ടാവുക പരസ്യവാചകങ്ങൾ, അതിൻ്റെ രീതികളൊക്കെ കേരളത്തിൽ മാത്രമല്ല പലയിടത്തും പരാജയപ്പെട്ടു. ഇപ്പൊ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി തന്നെ പരാജയപ്പെട്ടല്ലോ. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയി നടത്തിയൊരു പ്രസംഗം കൊണ്ട് പരാജയപ്പെട്ടതിന് ശേഷം അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ വന്നതാണ്. അപ്പോൾ ആ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഓരോ സ്ഥലത്തും നിങ്ങൾ എത്ര താങ്ക്ലെസ് ആയ ഒരു ജനതയാണെന്നായിരിക്കാം ഈ പറഞ്ഞതിന്റെ മലയാളം. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ആശുപത്രികൾ, മറ്റ് കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒക്കെ അദ്ദേഹം വളരെ വിശദീകരിച്ചു. പക്ഷേ തോറ്റതിന് ശേഷവും പെട്ടെന്ന് അവിടെ പോയിട്ട് അത് ചെയ്യാനുള്ള ഒരു വിടപറയൽ എന്ന മട്ടിൽ അദ്ദേഹം യാത്രാമൊഴി എന്ന് മറ്റത് പറഞ്ഞു. ഞാൻ ഇത് പറയുന്നത്, മമതാ ബാനർജി മുഖ്യമന്ത്രി മുകളിൽ തോറ്റു. ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും ശക്തമായ സമീപനം എടുത്തിരിക്കുന്ന 3 ഗവൺമെൻറ്റുകൾ പരാജയപ്പെട്ടു. 2 ഗവൺമെൻറ്റുകളുടെ മുഖ്യമന്ത്രിമാർ തന്നെ പോയി, കേരളത്തിൽ ഗവൺമെൻറ് പോകുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ നമ്മൾ ആ ഒരു നിലയിൽ വേണം അതിനെ കണക്കാക്കാൻ. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം ഉള്ള ആളുകളൊക്കെ PR ഏജൻസീസിനെ കുറച്ചൊക്കെ അപ്പം ചിലത് പരാജയപ്പെടുന്നു. ഈ ബോർഡുകളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കമ്മിറ്റികൾക്കകത്ത് മോശപ്പെട്ട അഭിപ്രായമാണ് ഉയർന്നു വന്നത് എന്നൊരു വസ്തുതയാണ്. ഞാനത് മറച്ചു വെക്കുന്നില്ല. ഇനി ആത്യന്തികമായി CPI സംസ്ഥാന കൗൺസിൽ കൂടി ഒരു നിഗമനത്തിൽ എത്തിച്ചേരേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പിണറായി വിജയൻ്റെ ശൈലി ഒരു ഭാഗത്ത്, MV ഗോവിന്ദൻ്റെ ശൈലി മറ്റൊരു ഭാഗത്ത്, ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആളുകൾക്കിടയിൽ വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഒരു ഭാഗത്ത് ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നത്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി PK ശ്യാമ, അത് MV ഗോവിന്ദൻ്റെ ഭാര്യ എന്നതിനപ്പുറം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്, എത്രയോ കാലമായി ജില്ലാ കമ്മിറ്റി അംഗമാണ്. അവർക്ക് മത്സരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമില്ല. പക്ഷേ MV ഗോവിന്ദൻ അവിടെ നിന്നും മാറുന്നു, തൊട്ടടുത്ത് അവിടെ ഭാര്യയെ പ്രതിഷ്ഠിക്കുന്നു. ഇത് CPM-ൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊന്നും അങ്ങനെ കേൾവിയില്ലാത്ത ഒരു കാര്യം. അത് സംഭവിച്ചപ്പോൾ അത് വലിയ വിമർശനമുണ്ടായി. ഇത് മറ്റ് മണ്ഡലങ്ങളിൽ വരെ അതിൻ്റെ സ്വാധീനമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? അല്ല, മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ഈ ചർച്ച സ്വാധീനിച്ചിട്ടുണ്ടാവാം. ഞാനിപ്പോൾ ഓരോ പാർട്ടിക്കും അതിൻ്റെ സ്ഥാനാർത്ഥിമാരായി ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ആ പാർട്ടികളാണ്. അത് പക്ഷേ അവരുടെ മണ്ഡലം കമ്മിറ്റിയിൽ അടക്കം എതിർപ്പ്. ഞാൻ ഒന്ന് ഈ കമ്മിറ്റികളിൽ നടന്നിരിക്കുന്ന ആഭ്യന്തര ചർച്ചകളെ കുറിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമൻറ്റ് പറയാൻ ഞാൻ ആളല്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നത് അനുചിതമായിരിക്കും. അതിൻ്റെ ഭാഗമായിരുന്നവർ പുറത്തു വന്ന് നടത്തുന്ന ചില സൗകര്യാധിഷ്ഠിതമായ പ്രയോഗങ്ങളിലൂടെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോഴും പറയുന്നു, ഓരോ പാർട്ടിക്കും അതിൻ്റെ സ്ഥാനാർത്ഥികളെ സാഹചര്യങ്ങൾ നല്ലതുപോലെ പഠിച്ച് നിശ്ചയിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ CPI സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് CPIക്ക് എന്തെങ്കിലും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, പാളിച്ച പറ്റിയോ, അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ പരാജയത്തിൻ്റെ ആഘാതം കുറക്കാമായിരുന്നു, അല്ലെങ്കിൽ ജയിക്കാമായിരുന്നു. ഈ ചർച്ചകൾ ഞങ്ങളൊരു പാർട്ടി മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് പൂർത്തിയായിട്ടില്ല. സമാനമായ ചർച്ചകൾ എല്ലാ പാർട്ടികളും നടത്തുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. CPM മാത്രമല്ല, LDF-നകത്തുള്ള 11 ഘടകകക്ഷികളിൽ 2 ഘടകകക്ഷികൾ മത്സരിച്ചില്ല, സീറ്റില്ല അവർക്ക്. 9 കക്ഷികൾ മത്സരിച്ചു. അതിനകത്ത് 6 കക്ഷികൾക്ക് നിർഭാഗ്യവശാൽ ഒരു സാഹചര്യത്തിൽ സീറ്റ് കിട്ടിയില്ല. നിർഭാഗ്യം ഞാൻ പറയുന്നത് കിട്ടിയില്ല. കേരള കോൺഗ്രസ് 6 പാർട്ടികൾക്ക് കിട്ടിയില്ല. ഈ പാർട്ടികൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയവും കൂടെ, ഞാൻ പറയുന്നത് സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഒരിക്കലും കണക്കാക്കാൻ കഴിയില്ല. പക്ഷെ അതുൾപ്പെടെ ബാധിച്ചോ എന്നത് മണ്ഡലാടിസ്ഥാനത്തിൽ അവർ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ആ പരിശോധന എല്ലാ പാർട്ടികളും നടത്തട്ടെ. CPM ആ പരിശോധന ശരിക്കും ഏലത്തൂരിൽ AK ശശീന്ദ്രൻ അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ ആ സീറ്റ് അല്ല. ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ എൻ്റെ പാർട്ടിയുടെ കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കകത്തും അത്തരം ചർച്ചകൾ ഉയർന്നു വന്നു. അത് വെച്ചുകൊണ്ട് ഞങ്ങൾ പരിശോധിക്കുകയാണ്. സമാനമായ ചർച്ചകൾ ബന്ധപ്പെട്ട എല്ലാ പാർട്ടികളും നടത്തട്ടെ. CPM-ഉം ഈ പറയാവുന്ന NCP-യും എല്ലാവരും നടത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പോൾ ഒരു പാർട്ടി കമ്മിറ്റികൾ കൂടി ചേർന്ന്
അതിനകത്ത് എത്രയെല്ലാം ചർച്ച നടന്നു എനിക്കറിയില്ല. എന്തായാലും ആത്യന്തികമായൊരു തീരുമാനമെടുത്താൽ അത് LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നതാണ്. ഞങ്ങളത് ഫലപ്രദമായിട്ട് ചെയ്തു. ആ അവകാശം ഒരു പാർട്ടിയും മറ്റൊരു പാർട്ടിക്ക് വിട്ടുകൊടുക്കാനും പാടില്ലവല്ല. പിന്നെ അതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ പാർട്ടികൾ ചർച്ച ചെയ്യട്ടെ. ആ ഘട്ടം വരെ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. അതേസമയം ഞാൻ ആ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അസാധാരണമായ നരേഷൻ ഉണ്ട് കേരളത്തിൽ. ഞാൻ ആ നരേഷൻ എങ്ങനെ ഞാൻ ഈ വീണ്ടും ഈ വാക്ക് പറയുന്നത്, നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിൽ സത്യസന്ധതക്കാണല്ലോ പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ മത്സരിച്ചിട്ട് അദ്ദേഹം ജയിച്ച് 2 സീറ്റും ജയിച്ചപ്പോൾ മണിക്കൂറോ ദിവസങ്ങൾക്കകം രാജിവെച്ചിട്ട് സ്വന്തം സഹോദരിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. വയനാടുമായി അവർക്കൊരു ബന്ധവുമില്ല. BJP വിരുദ്ധ രാഷ്ട്രീയം വിജയിപ്പിക്കേണ്ടുന്ന വടക്കേ ഇന്ത്യയുടെ ഒരു ഭൂമിക വിട്ടുകൊണ്ട് വളരെ സേഫായ ഒരു സോണിലേക്ക് സ്വന്തം സഹോദരിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ആ കൊണ്ടുവരലിന് കാർമ്മികത്വം വഹിക്കുകയും ഇപ്പോൾ ഒരർത്ഥത്തിൽ ഞാനൊരു വാക്ക് ഒരു ഇൻവേർട്ടഡ് കൊമക്കത്തിട്ട് പറഞ്ഞാൽ വഴിയാധാരാവുകയും ചെയ്യുന്ന നേതാക്കന്മാരുണ്ട്. അവരൊക്കെ ഇതിൻ്റെ വലിയ പ്രചാരകന്മാരായിരുന്നു. ഇവരെ ഈ വിമതന്മാരെന്ന് പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ, അവരെ നിർത്തുന്നതിൽ. ഞാൻ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കല്ല പോകുന്നത്. പക്ഷെ നമ്മൾ ഒരു ധാർമ്മികത പറയുമ്പോൾ അല്ലെങ്കിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് അത്ര വലിയ ചർച്ചയാവാതെ പോകുന്നത്? നിങ്ങളിപ്പോൾ മണിക്കൂറുകൾക്കാണ് ആള് 2 ജയിച്ചപ്പോൾ മാറുന്നത്. എന്നിട്ട് വേറെ ആരും ഇല്ലാത്ത കണക്ക് ഇപ്പോൾ ശ്രീമതി സോണിയാഗാന്ധി പാർലമെൻറ്റിനകത്തുണ്ട്. ഞാൻ അവരുടെ പാർലമെൻറ്റിലെ സാന്നിധ്യത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ്. വളരെ സീസൺഡായിരിക്കുന്ന കൂളായിരിക്കുന്ന ഒരു പരിണതപ്രജ്ഞയായ രാഷ്ട്രീയ നേതാവാണ് അവർ. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ. അപ്പോൾ കുടുംബത്തിലെ 3ാമത്തെ ആളെയും കൊണ്ടുവന്നു. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കെല്ലാം അറിയാം, സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ. അതിനകത്ത് നിർണായകവും ഒക്കെ സ്വാധീനം ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഞാൻ എന്താ പറയുക, എവിടെ എത്തിയിരിക്കുന്നു പേരൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ആഭ്യന്തര കാര്യമായതുകൊണ്ട് ഞാൻ ആ പറയുന്നത് അനുചിതമായിരിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് എന്തുമാത്രം ചർച്ച, ആ നിലയിൽ എങ്ങനെ മാത്രം ചർച്ചയായി? മതനിരപേക്ഷതയ്ക്ക് വേണ്ടി BJPക്കെതിരെ പോരാടാൻ ഒരു ശക്തമായ സാന്നിധ്യം നമുക്ക് ആ നരേഷൻ വന്നു. ഇത് വളരെ ഒരു ഒഴിവാക്കേണ്ട ഒരു ലജ്ജാകരമായ കാര്യമായിരുന്നു. നിങ്ങൾക്ക് അത് ഇപ്പം വേണ്ടായിരുന്നു എന്ന് പറയാൻ ഇവിടെ എത്ര മാധ്യമപ്രവർത്തകരും എത്ര ചാനൽ ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നവരും ശ്രമിച്ചു എന്നതും കൂടെ നമ്മൾ കൂട്ടി വായിക്കണം. മറ്റെല്ലാം ഓരോ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്, അത് പരിശോധിക്കട്ടെ. CPM നടത്തേണ്ട പരിശോധന CPM നടത്തുന്നത് മാത്രമേ ഞാൻ ഇത് രണ്ടും ഈ തളിപ്പറമ്പും വയനാടും തമ്മിലൊന്നും ഒത്തിരി ദൂരമില്ലല്ലോ. ഞാനാണ് ഉണ്ടാക്കുന്ന ഒരു നരേഷന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ദേശീയ തലത്തിൽ നെഹ്റു കുടുംബം എന്നൊക്കെ ഒരു പരിഗണന അവർക്ക് നൽകും. പക്ഷെ അതുപോലെ ഒരു പരിഗണന അതുപോലെ അല്ലല്ലോ MV ഗോവിന്ദൻ ഭാര്യയെ ഞാൻ XYയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. അത് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിപുലമായ ചർച്ചയുണ്ട്. ആ ചർച്ച പ്രബുദ്ധമായൊരു സമൂഹമായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ 100-1 ഇതുമായി ബന്ധപ്പെട്ട് നെഹ്റു കുടുംബം. ഇപ്പം അവിടെ എണ്ണാണല്ലോ വേണ്ടത്. നെഹ്റു കുടുംബം അങ്ങനെ പറഞ്ഞാൽ പിന്നെ 2 പേർ അവിടെ ഉണ്ടല്ലോ. 3ാമതൊരാളും കൂടെ പോയാൽ മാത്രമേ മതനിരപേക്ഷത ശക്തിപ്പെടൂ എന്നും BJP വിരുദ്ധ രാഷ്ട്രീയം ശക്തിപ്പെടൂ എന്ന് പറയാൻ പറ്റും. അതൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന കുറേ വാദങ്ങളാണ്. ഞാൻ പറയുന്നത് ഓരോ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ അവരവരുടെ പാർട്ടിയുടെ തീരുമാനമാണ്. ഞാനിപ്പോൾ സന്തോഷ് കുമാർ അതിനകത്ത് അഭിപ്രായം പറയേണ്ടെന്ന്, കോൺഗ്രസിൻ്റെ കാര്യത്തിൽ പറയേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഞാനപ്പോൾ ചൂണ്ടിക്കാണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ 2 തവണ പറഞ്ഞതുപോലെ ഓരോ പാർട്ടിയും ആ പാർട്ടികൾക്ക് എന്തെങ്കിലും ഒഴിവാക്കാൻ കഴിയാവുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു പരിശോധിക്കും. അങ്ങനെയാണ്. അതുപോലെയാണോ CPM? അതാണ് കോൺഗ്രസ് എന്ത് ചെയ്താലും ആരും ഈ നിർഭാഗ്യവശാൽ വാർത്തയല്ല. പക്ഷേ ഒരു നരേഷനാണ്. ഞാൻ നോക്കൂ, ഇപ്പോൾ ഞാൻ വയനാട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഫണ്ട് മിസ്മാനേജ്മെന്റ് ഉണ്ടായി, സുതാര്യത ഇല്ലായ്മയുണ്ടായി എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ മനോജ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരാണ് അത് ആ നിലയിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അവരങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരങ്ങനെയാണ്, അതുകൊണ്ട് അവര് ഭരിച്ചോട്ടം എടുക്കാൻ പാടില്ലല്ലോ. അവരങ്ങനെയാണെങ്കിൽ പിന്നെ അവരെ വേറെ വല്ല വഴിക്കല്ലേ പറഞ്ഞു വേണ്ടത്. നമുക്ക് ഞാൻ പറയുന്നത് ഇപ്പൊ ഇടതുപക്ഷം അതിന്റെ വ്യതിരിക്തത നിലനിർത്തുകയും അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവുകയും നിങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആവാന്നുള്ള ഒരു സമവാക്യത്തിലേക്ക്, ന്യായീകരണത്തിലേക്ക് പോകാനും പാടില്ല എന്നുള്ള ഉറച്ച അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുമ്പോൾ അവരൊരു വളരെ ഏകപക്ഷീയമായിട്ടാണ് 60-70%, 80% LDF വിരുദ്ധമായിട്ടാണ് ഇത്തരം നരേഷൻ സൃഷ്ടിക്കുന്നതെന്നും അവർ കണ്ണു തുറന്നിട്ട് കാണേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ
അവർ കാണുന്നില്ല എന്നാണ്. ഇടതുപക്ഷത്തെ ഉപദേശിക്കുന്നവർ മാധ്യമങ്ങളോട് ഞാൻ ഈ അഭ്യർത്ഥന ഒരു DCC ട്രഷറർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു വയനാട്ടിൽ. IC ബാലകൃഷ്ണൻ ഇന്ന് വീണ്ടും അവിടെ സീറ്റ് കൊടുത്തു, MLA ആണ്, ഇപ്പോൾ മന്ത്രിയാക്കാൻ പോകുന്നു 2.5 ഞാൻ വർഷത്തിന് അങ്ങനെ ശേഷം. ഇപ്പോൾ അതിനൊരു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഞങ്ങൾക്കായിട്ട് പ്രത്യേകിച്ചിട്ട് ഒരു ആനുകൂല്യവും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ നേതാക്കന്മാരെ ഒരു ജഡ്ജ്മെന്റിന് വിധേയമാക്കുമ്പോൾ അവരുടെ ജസ്റ്റേഴ്സ്, അവരുടെ അപ്രോച്ച്, അവരുടെ പാർട്ടികളുടെ ചെയ്തികളൊക്കെ ഒരു വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വളരെ കൂടുതലായി നിങ്ങൾ എന്താണ് അതിനെ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ അതിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങളെപ്പോലും പർവ്വതീകരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നു എന്നതാണ് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം. ഞാൻ ഈ ഒരു മാധ്യമ വിരുദ്ധനായിട്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങളാണ് എല്ലാത്തിനും കാരണക്കാരെന്നുള്ള ഒരു സമവാക്യത്തിൽ നിന്ന് എത്തിച്ചേരുന്ന ആളല്ല. പക്ഷേ ഇതൊരു ഫാക്റ്റാണ്. അത് നിങ്ങൾക്ക് വയനാടിൻ്റെ തന്നെ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്, ഓരോ പ്രദേശങ്ങളിലൂടെ പോകുമ്പോഴും ഉണ്ട്. പക്ഷെ ഈ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയം മറ്റു മണ്ഡലങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയായില്ലേ ശരിക്കും? അത് ചർച്ചയാക്കിയെന്നുകൂടെ നമ്മൾ പറയുന്നത്. വോട്ട് ചോരുന്നതിൽ പ്രധാനമായ അല്ലല്ല, ഞാനിപ്പോൾ എൻ്റെ പാർട്ടി നടത്താത്ത ഒരു വിലയിരുത്തലിലേക്കൊന്നും എനിക്ക് പോകാൻ കഴിയില്ലല്ലോ. ഞാനിപ്പോൾ സംഭവങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഈ ഞാൻ. തളിപ്പറമ്പിലും പയ്യന്നൂരിലും ആ 2 സ്ഥാനാർത്ഥികളെ ഒന്ന് മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ ഇടതുമുന്നണിക്ക് ആ 2 സീറ്റിൽ ജയിക്കാൻ കഴിയുമായിരുന്നു എന്ന് കരുതുന്നുണ്ടോ? അല്ല, ആ ഒരുപക്ഷെ അതൊന്ന് പാർട്ടികൾ ആലോചിച്ച് പറയേണ്ട കാര്യമാണ്. സ്ഥാനാർത്ഥിയെ നിർത്തിയ പാർട്ടി ഈ കേരളത്തിൽ വന്നിരിക്കുന്ന ഇലക്ഷൻ റിസൾട്ടും പൊതുവിൽ വരുന്ന ചർച്ചയുടെയും പശ്ചാത്തലത്തിൽ അവരൊരു നിഗമനങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. കാരണം ഞാൻ LDFന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നാലും അത് എൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏതാണ്ട് 95% വോട്ടും ഏകീകരിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലമാണ് പയ്യന്നൂർ. അവിടെ ഈ 7,000-ലധികം വോട്ടിന് തോൽക്കുക, അതും അടുത്ത സിറ്റിംഗ്. ഞാൻ പറഞ്ഞല്ലോ, പയ്യന്നൂരിലെ LDFന്റെ തോൽവി LDFന്റെ തോൽവിയാണ്. അത് എൻ്റെ മുന്നണിയുടെ തോൽവിയാണ്. ഞാനിപ്പോൾ ഒരു CPI ലീഡർ എന്നുള്ള നിലയിൽ എൻ്റെ കൂടെ പരാജയമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. മത്സരിച്ച പാർട്ടി ആ സ്ഥാനാർത്ഥിയുടെ തോൽവിയായിട്ടല്ല. ആസ് എ CPI ലീഡർ എൻ്റെ പാർട്ടിയുടെ കൂടെ തോൽവിയായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് അത് പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുന്നത് ഓരോ പാർട്ടികളായതുകൊണ്ട് ആ പാർട്ടികൾ ഈ സാഹചര്യത്തിൽ അത് പരിശോധിക്കട്ടെ. ഞാൻ LDFന്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ ആ കാര്യത്തിനകത്ത് ഒരു പരസ്യമായ അഭിപ്രായ പ്രകടനത്തിന് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങൾക്കൊരു താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതിന് തന്നെ ഒരു ഉത്തരമുണ്ട്. ഒരു ഉറച്ച മണ്ഡലം അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് നിൽക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമില്ല. അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം ഏറ്റവും നിർണായകം തന്നെയാണ്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മാറി വരുന്ന അല്ലെങ്കിൽ എമേർജിംഗ് ആയിരിക്കുന്ന ഒരു ലോക സാഹചര്യത്തിനകത്ത് രാഷ്ട്രീയം വളരെയധികം വേഗത്തിൽ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഓരോ പാർട്ടിയും പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത്തരം പരിശോധനകൾ ഞാൻ ആ പാർട്ടികൾക്ക് വിട്ടുകൊടുക്കുന്നു. എൻ്റെ പാർട്ടി പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഒരു ഭാഗത്ത് പരിശോധിക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ പരസ്പരം കൈകടത്താൻ ആഗ്രഹിക്കുന്നില്ല. LDFന്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഞാനും കൂടെ ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അത് സംബന്ധിച്ച് താങ്കളുടെ ചോദ്യത്തിന് അത്രമാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. ഈ 2 CPM നിന്ന് പോയ 3 നേതാക്കളാണ്, പ്രധാനപ്പെട്ട 3 നേതാക്കൾ ഇന്ന് നിയമസഭയിൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിച്ച് ജയിച്ച് വരുന്ന ഒരു സാഹചര്യം. അതും അമ്പലപ്പുഴ, പയ്യന്നൂർ, തളിപ്പറമ്പ് പോലുള്ള മണ്ഡലങ്ങളിലാണ് വിജയിച്ചു വരുന്നത്. ഇതൊക്കെ അതിപ്പോൾ മനോജ് പറഞ്ഞപ്പോൾ എനിക്ക് നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം പറയാനൊരു അവസരം കിട്ടി. നമ്മളിപ്പോൾ ശരീരഭാഷ നേതാക്കന്മാരുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഈ നേതാക്കന്മാരുടെ എല്ലാ കാര്യത്തിനകത്ത് അവരുടെ വ്യക്തിപരമായ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഈ അമ്പലപ്പുഴ MLAയുടെ ഭാര്യ മാധ്യമപ്രവർത്തകരോട് എന്താണ് തേർഡ് റേറ്റ് ഒരു വാക്ക് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അധികം ചർച്ചയാക്കാൻ പോകുന്നത്? നേതാക്കന്മാർ ഇരിക്കട്ടെ, അപ്പം ഇതിന്റെ പിറകിൽ വന്ന് നിൽക്കുന്ന ഒരാള് വന്നിട്ട് വാർത്താസമ്മേളനത്തിൽ നടക്കുന്നു, വന്നിട്ട് മാധ്യമ പ്രവർത്തകരോട് പറയുകയാണ്. അതൊന്നും പറ്റില്ല കേട്ടോ. ഞാൻ ആ രംഗമൊക്കെ കണ്ടതാണ്. ഞാൻ ചിലപ്പോൾ ഈ 4 മണി 4:30 മണിക്കൊക്കെ ഉറക്കം ഞെട്ടിയാൽ, ഈ നല്ല ശീലമല്ല അപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയ നോക്കുന്നത്, അത് ഒരു ഗുണകരമായ ശീലമായിട്ടല്ല വിദഗ്ധർ പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് നമ്മുടെ ബോധ്യങ്ങളാണല്ലോ നമ്മുടെ ജീവിതം. അപ്പം തന്നെ ഇത് വെച്ച് മറന്നതുപോലെ ഈ ഫോണാണ് നോക്കിയാൽ പിന്നെ അപ്പം നെറ്റ് ഓണാക്കി ഇത് പരിശോധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഈ സമയത്താണ് മനസ്സിലാക്കുക. അപ്പോൾ എന്തൊരു ഈ കേരളത്തിൽ അത്രമാത്രം ഔദ്ധത്യം നിറഞ്ഞ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ സ്വന്തം വീട്ടിൽ വന്നതാണെന്നും പറഞ്ഞു. അതും കൂടെ മനസ്സിലാക്കണം. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതുകൊണ്ടാണ് അത് എവിടെയും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് പിന്നെ അത് ചർച്ച ചെയ്തിട്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞപ്പോൾ എന്നോട് വിട്ടുപോയതാണ്. അതും ഒരു ഭാഗത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നു,
താരതമ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആശ്വസിക്കാൻ അല്ല ഞാൻ പറയുന്നത്. ഞങ്ങളെ വീഴ്ചകൾ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാനും ഉൾക്കൊള്ളാനും ഒക്കെ ഞങ്ങൾ റെഡിയാണ്. അതേസമയം ഏകപക്ഷീയമായ സമീപനം സ്വീകരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചരിത്രം പരിശോധിക്കുമ്പോൾ നോക്കൂ, ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഒരു അവിസ്മരണീയ നാമധേയമാണ് KR ഗൗരിയമ്മ. അവർ ഒട്ടേറെ തവണ UDF ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് അരൂരിൽ. അപ്പോൾ നമ്മൾ മറന്നുപോകരുത്. MV രാഘവൻ ഈ കേരളത്തിലെ CPIM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരാളാണ്. അതിൻ്റെ സംഘാടക പ്രധാനികളിൽ ഒരാളാണെന്ന് വിവക്ഷിക്കാൻ പറ്റും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ജന്മം എന്നുള്ള ആത്മകഥ വളരെ ശ്രദ്ധാപൂർവം വായിച്ച ഒരാളാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചരിത്രമൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇവിടെ ഈ കണ്ണൂരിൽ അഴീക്കോട് അദ്ദേഹം UDF ടിക്കറ്റിൽ വിജയിച്ചല്ലോ, ഓർമ്മയുണ്ടാവല്ലോ. അപ്പോൾ അതൊന്നും ആദ്യത്തെ സംഭവങ്ങളൊന്നുമല്ല. ഞാൻ പറയുന്നത് അത് വേറെ പാർട്ടി ഉണ്ടാക്കിയിട്ടെന്നാണ് വേണമെങ്കിൽ പറയാമെങ്കിലും ഫലത്തിൽ ഈ വിമത സ്വഭാവം കാണിച്ച് അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന ആളുകളെല്ലാം തന്നെ വിജയിച്ച അനുഭവം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനതിൻ്റെ ഈ താരതമ്യങ്ങളിലെ ഒക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ, അത് ഞാൻ അത് അധികം പറയുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ രണ്ട് വിജയങ്ങൾ, അതായത് അഴീക്കോട് KV സുമേഷിന്റെ വിജയം, മണലൂരിൽ C രവീന്ദ്രനാഥിന്റെ വിജയം, ഈ രണ്ട് ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഈ രണ്ട് നേതാക്കളുടെ ജനങ്ങളോടുള്ള പെരുമാറ്റം അത് ആ രണ്ട് മണ്ഡലങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അടിയൊഴുക്ക് നടക്കുമ്പോഴും അവിടെ ജയിക്കുകയാണ് ഈ രണ്ട് നേതാക്കൾ. അപ്പോൾ നേതാക്കളുടെ പെരുമാറ്റം ഏത് രീതിയിലാകണം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സൂചന. നമുക്കിപ്പോൾ ആ ഉദാഹരണത്തെ കുറച്ചുകൂടി വികസിപ്പിക്കാനും പറ്റും. ഇപ്പോൾ ഒല്ലൂരിൽ സഖാവ് K രാജൻ ജയിച്ചു. അത് അത് ഞാൻ പറയുന്നത് അത് ആ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ബലാബലം നോക്കിയാൽ അദ്ദേഹം ജയിക്കേണ്ട മണ്ഡലമല്ല. പക്ഷേ അനായാസം 3-ാം തവണയും ജയിച്ചു. ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നൊന്ന് എൻ്റെ മണ്ഡലമാണ്. ഞാൻ ഇപ്പോൾ KV സുമേഷിൻ്റെ വോട്ടറാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വന്ന് വോട്ട് ചെയ്ത് അതിങ്ങനെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമ്പോൾ ഞാൻ പിന്നെ ദുഃഖിക്കാൻ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻസ്ഡായ ഒരു ഘട്ടമായിരുന്നു അത്. കാരണം ഇത്രയേറെ കാര്യങ്ങൾ ചെയ്ത ഒരാൾ, എപ്പോഴും ജനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരാൾ, എതിരാളികൾക്ക് പോലും ഒരു രാഷ്ട്രീയമായിട്ടൊന്നും മോശം പറയാൻ പറ്റാത്ത ഒരാൾ, അങ്ങനെ ഒരാളെ ഇങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത് എന്നത് അങ്ങനെ ഉണ്ടല്ലോ, ഒരു മാറിയും മറിഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസാന ശ്വാസത്തിലാണല്ലോ ജയിക്കുന്നത്. അപ്പോൾ പക്ഷെ അത് ജയിച്ചു. അത് തീർച്ചയായിട്ടും ആ വ്യക്തിത്വത്തിൻ്റെ ഒരു വോട്ട് കൂടിയാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. അതേസമയം ഞാൻ നിങ്ങളോട് പറയുന്നു, രവീന്ദ്രനാഥ് മാഷ് ജയിച്ചു. തിരുവമ്പാടിയിലെ MLA ആയിരിക്കുന്ന ലിൻഡോ ജോൺ, ഞാൻ ചില പേരുകൾ വിട്ടുപോകുന്നതുകൊണ്ട് അവരെ എനിക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ഞാൻ ലിൻഡോയുടെ പേര് എടുത്ത് പറയുമ്പോൾ ഞാൻ വയനാട് ഇലക്ഷൻ കാലത്തൊക്കെ കൂടെ, ലിൻഡോ വളരെ ജനകീയനായ MLA ആണ്. പക്ഷെ ലിൻഡോ നല്ലതുപോലെ തോക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ അങ്ങനെ നിരവധി ആളുകളുണ്ട്. ഇപ്പോൾ OR കേളു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നേതാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനന്തവാടിയിൽ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുകയും, ഇപ്പോൾ രാഷ്ട്രീയത്തിന് നമ്മൾ നിരാശപ്പെടുക ദുഃഖിക്കുക ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ മറ്റ് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണണം. പക്ഷെ വയനാട് ദുരന്തം നടന്നു, അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ഒട്ടേറെ പിന്നീട് ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ വയനാട്ടിൽ ഒറ്റ സീറ്റ് പോലും LDF ജയിച്ചില്ല. അപ്പുറത്ത് ഈ IC ബാലകൃഷ്ണനൊക്കെയായി ബന്ധപ്പെട്ട OR കേളുവിനെപ്പോൾ ഒരാൾ തോൽക്കുകയും IC ബാലകൃഷ്ണപ്പോൾ ഒരാൾ മന്ത്രിയാവുന്ന സ്ഥിതിയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. അപ്പോൾ സ്വഭാവം, അതിൻ്റെ സവിശേഷതകളൊക്കെ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അതേസമയം നല്ല പോലെ ഇടപെടുകയും മാന്യമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുറേ പേര് തോൽക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ എന്നാലും മാന്യമായ പെരുമാറ്റത്തിന് വലിയൊരു മാർക്കുണ്ട് എന്ന കാര്യത്തിനകത്തൊരു സംശയമില്ല. അത് തന്നെയാണ് ഈ രണ്ടും അവരുടെ ഒല്ലൂരും ശരിയാണ്. അല്ല, അതോടൊപ്പം ശാസ്ത്രീയമായ നല്ല പ്രവർത്തനമുണ്ട് കേട്ടോ. ഈ മണ്ണൂരിലൊക്കെ മണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അയാള് ഈ പിന്നെ ജയിച്ച മട്ടിൽ അങ്ങ് നടന്ന ഒരാൾ കൂടിയാണ്. ജയിച്ച മട്ടിൽ അങ്ങ് നടന്ന ഒരാളായിട്ടാണ് തൃശ്ശൂരിലെ ഞങ്ങളെ സഹായികൾ പറയുന്നത്. കാരണം ആ ഭാഷ അങ്ങനെയായിരുന്നു. C രവീന്ദ്രനാഥ് കുറച്ച് വൈകിയായിരുന്നു എൻട്രി, ഒരു ചെറിയ സമയത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം ഒരു 10 വർഷം മറ്റുമായിട്ട് അവിടെ MP ആയിരിക്കുന്ന കാലത്തും ഇതിനുവേണ്ടി നിൽക്കുന്ന ആളാണെന്ന് പറയുന്നു. എനിക്ക് അറിയുന്ന കാര്യങ്ങളല്ല. പക്ഷെ എന്നാലും രവീന്ദ്രനാഥ് മാഷിനൊക്കെ വേണ്ടിയിട്ട് LDFൻ്റെ പരമ്പരാഗത സംവിധാനത്തിന് പുറമെ അതിശക്തമായ കുറേ റിട്ടയർഡ് അധ്യാപകർ, ടീച്ചേഴ്സ്, അങ്ങനെ
ഒരു വലിയ സെക്ഷൻ വേറെയും ഒരു സമാന്തര പ്രവർത്തനം നടത്തിയിരുന്നു. അപ്പം മികച്ച പ്രവർത്തനത്തിൻ്റെയും ആ പ്രവർത്തനത്തിനകത്ത് ഓരോരുത്തരും ആ പ്രവർത്തകന്മാർ പോയി പറയുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയല്ലേ, ഞങ്ങൾക്ക് ഒരു മടിയില്ല എന്ന് ആളുകൾ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല വ്യക്തിത്വങ്ങളായിരുന്നു ഈ സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇപ്പോഴും പറയുന്നു, തോറ്റുപോയ വളരെ ആകർഷകമായി പെരുമാറുന്ന നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ അഴീക്കോടൊക്കെ ഈ ഇത്രയും ന്യൂനപക്ഷ വോട്ടുകൾ ഇങ്ങനെ ഒഴുകുമ്പോഴാണ് ഈ ഒരു വിജയം ഉണ്ടായത്. ആ വിജയത്തിൻ്റെ ഒരു തിളക്കം കൂടുതലാണ്. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേരളത്തിൻ്റെ പൊതു ട്രെൻഡിന് അല്ലെങ്കിൽ കണ്ണൂരിലും ദൃശ്യമായിരിക്കുന്ന ഒരു ട്രെൻഡിന് നമുക്ക് മികച്ച പ്രവർത്തനത്തിലൂടെയും ഇടപെടലിലൂടെയും അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഞാൻ പറഞ്ഞു. ഈ പരിശോധനയുടെ ഒരു പ്രത്യേകം പറയുന്നത്, പൊതു സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ മണ്ഡലം സ്പെസിഫൈ ചെയ്ത് പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ മഞ്ചേശ്വരത്ത് 11.27% വോട്ട് മാത്രമായി LDF ചുരുങ്ങി. 20,000-ലധികം വോട്ടുകൾ LDFന് കുറയുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ ഒരു പ്രത്യേകമായ പരിശോധന മഞ്ചേശ്വരത്ത് ആവശ്യമുണ്ട്, പൊതുപരിശോധനക്കൊപ്പം. അങ്ങനെ നമ്മൾ ജയിച്ചിടത്തും ഈ പരിശോധന അത്യാവശ്യമായിരിക്കും. ജയിച്ച മണ്ഡലം അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ LDF ജയിച്ച മണ്ഡലങ്ങളിലും ആ പരിശോധന വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമായിരിക്കും. കാരണം കേരളത്തില് ഈ സംഘപരിവാർ ഉണ്ടാക്കുന്ന ഒരു നരേഷൻ ഉണ്ട്. ഇപ്പോൾ ഈ പല മണ്ഡലങ്ങളിലുള്ള വ്യത്യാസം ഒരു 15 താഴെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഇനിയും തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിക്കേണ്ടവരാണ്. സംഘപരിവാർ വടക്കേ ഇന്ത്യയിൽ ചെയ്തതുപോലെ സംഘർഷങ്ങളിലൂടെയും കലാപങ്ങളിലൂടെയുള്ള ധ്രുവീകരണം അല്ല കേരളത്തിൽ ചെയ്യുന്നത്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ആ സംസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള സ്പെസിഫിക് ആയ സ്ട്രാറ്റജീസാണ്. ബംഗാൾ പോലെ തകർന്നു പോകുമോ കേരളത്തിലെ LDF? ഒരിക്കലുമില്ല. അത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ബംഗാളിലും ഇടതുപക്ഷം തകർന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും, നമുക്ക് തോന്നുമെങ്കിലും, ഇപ്പോൾ ഉള്ള കണക്കുകൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നതെങ്കിലും, വളരെ പ്രതീക്ഷയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സംഘം യുവാക്കളാണ്. അല്ല, ഒരാൾ വന്നു, അത് ഒരു കനൽ, ഒരു തരി മതിയായതുപോലെ അദ്ദേഹം വന്നു. ഇവിടെ വോട്ടർമാരൊക്കെ കുറേ കേരളത്തിൽ വന്ന് കാണുകയും ഒക്കെ ശ്രമകരമായ ഒരു ദൗത്യത്തിൻ്റെ ഫലമായിട്ടൂടെയാണ് ജയിച്ചത്. ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. എനിക്ക് വളരെ അഭിമാനം തോന്നി. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ LDFൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ വീണ്ടും വന്നല്ലോ. അത് എന്നേക്കുമായി തോന്നുന്നു. ഞാൻ ആ ഒരു ഇതിൻ്റെ പുറത്താണ്. ഇങ്ങനെ പിന്നെ ഒരു സംഘം ചെറുപ്പക്കാരാണ് ആ ഇലക്ഷൻ ക്യാമ്പയിന് നല്ലതുപോലെ. അവർക്ക് നല്ല വോട്ടും കിട്ടി പലയിടത്തും. ഒരു 3-ാം സ്ഥാനത്തൊക്കെ ആണെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ സാമാന്യം മോശമല്ലാത്ത വോട്ട് കിട്ടി. പിന്നെ എന്താ പറഞ്ഞാൽ ഒരു റിയാലിറ്റിയാണ്. നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഭൂതകാലത്തിൽ അഭിരമിച്ചത് കൊണ്ടോ നിങ്ങൾ നിങ്ങളുടെ പ്രത്യയശാസ്ത്ര ദാർഢ്യങ്ങളിൽ മാത്രം അഭിമാനിച്ചത് കൊണ്ടോ മാത്രം കാര്യമില്ല. അതുണ്ടാവണം. അതോടൊപ്പം തന്നെ പുതിയ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കണം. അതിനകത്ത് നിങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം. അതിനെ അഡ്രസ്സ് ചെയ്യാൻ ആവശ്യമായ ശരീരഭാഷയും സാങ്കേതിക ഭാഷയും മറ്റ് സംവിധാനങ്ങളും ഒക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒരു ചലഞ്ചായി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളൊരു പാർട്ടി പ്രവർത്തകനായി തുടരണമെന്നോ നിങ്ങൾ അത് കൊണ്ട് നടന്നേ ഒക്കുന്നോ ഒന്നുമുള്ള ഒരു നിശ്ചയമൊന്നും ആരും പറയുന്നില്ല. ഈ തിരിച്ചു വരാൻ എന്തൊക്കെ ചെയ്യണം? അത് ഞാൻ പറയുന്നത്, നിങ്ങളിങ്ങനെ ചെയ്ത് വെക്കൂ എന്നുള്ളതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് വേറെ ഒരു കമ്പൽഷൻസും ഇല്ലല്ലോ. ഓരോരുത്തരും സ്വയം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലീവ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് വേറെ, ഞാനൊരു പരമ്പരാഗത പാർട്ടി കുടുംബത്തൊക്കെ എൻ്റെ വേറെ കമ്പൽഷൻസ് ഇല്ല. സന്തോഷം, നീ ഇങ്ങനെ ചെയ്തേ വെക്കൂ എന്നുള്ളതില്ല. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയിൽ എനിക്ക് ആ പാർട്ടിയോട് എനിക്ക് അത്രയും സ്നേഹമുള്ളതുകൊണ്ട് ഓരോരുത്തരും ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുമ്പോഴാണ് ഒരു നിങ്ങളുടെ പ്രസ്ഥാനത്തോട് നിങ്ങൾക്കൊരു ലവ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യം ചെയ്യാൻ പറ്റുക. ഒരു മെക്കാനിക്കലായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നിരാശപ്പെടാതെ അതിജീവിക്കാൻ കഴിയുമെന്ന ഉറച്ച ബോധ്യത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവന് പുതിയ സംവിധാനങ്ങൾ. കാരണം നമ്മളെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ ജനങ്ങളെ വഞ്ചിക്കുന്നതിനോ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അവിഹിതമായി പറ്റുന്നതിനോ വേണ്ടി ഒന്നല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ശുദ്ധതയുണ്ട്, നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ മെറിറ്റ് ഉണ്ട്, സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും. അതിനിപ്പോൾ മനോജ് ചോദിച്ചോളെ ഞാൻ ഒറ്റ മൂല്യമൊന്നും പറയുന്നില്ല. 1, 2, 3 അങ്ങനെ ഒരു ഇതില്ല. ധീരമായി കാര്യങ്ങളെയും സാഹചര്യങ്ങളെയും നേരിടുക എന്നുള്ള സത്യസന്ധമായ പഠനം, അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ, ആ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന പ്രായോഗികങ്ങളായ തീരുമാനങ്ങൾ, അത് നടപ്പാക്കൽ, ഏറ്റവും സത്യസന്ധമായ സമീപനം. അതുകൊണ്ട് എന്തിനേയും അതിജീവിക്കാൻ കഴിയുന്നുള്ള വിശ്വാസക്കാരനാണ്. ഈ BJP LDF തകർന്ന് BJP ഇവിടെ വളരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ പ്രചരണം. അതൊക്കെ കേരളത്തിൽ സാധ്യമാണോ? ഇല്ല, കേരളത്തിൽ സാധ്യമല്ല എന്ന് മാത്രമല്ല,
കേന്ദ്ര ബി ജെ പിയുടെ ഒരു എഫക്റ്റാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ഇപ്പോൾ ഈ ചർച്ചകൾക്കകത്തൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം, ഇവിടെ ഇപ്പം ഞാൻ വന്നിട്ട് നോക്കൂ, ഈ പറയാവുന്ന ബി ജെ പിയുടെ നേതാക്കന്മാരും അതിൻ്റെ ഭാഗമായിരിക്കുന്ന ഈ ആളുകളെല്ലാം തന്നെ ഈ കേരളീയ സമൂഹ ജീവിതത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ വേരുറക്കുന്നതിൻ്റെ പിറകിലൊക്കെയുള്ള ഒരു അസാധാരണമായ ത്യാഗത്തിൻ്റെ പുറത്തുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനം ഇവിടെ ശക്തിപ്പെടുന്നതിൻ്റെ പുറത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ബി ജെ പി എങ്ങനെയാണ് കേരളീയ സമൂഹത്തിനകത്തേക്ക് ഇന്ന് ചോടുറപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന അവരുടെ നേതാക്കന്മാർ, ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നില്ല, ഇവരൊക്കെ എങ്ങനെയാണ് ഒരു തരത്തിലൊരു വ്യാജ നിർമ്മിതികളായിട്ട്, ഞാൻ പറയുന്നത് ഈ മറ്റ് ചരിത്ര പശ്ചാത്തലമൊന്നും ഇല്ലാതെ വലിയ സമരങ്ങൾ വളർത്തിയൊന്നും അതിനുപോലെ നറേഷൻ ഉണ്ടാക്കിയും വിഭജനം ഉണ്ടാക്കിയും കുറേ വൺ ലൈനർ പറഞ്ഞും ഒക്കെ, പിന്നെ കോർപ്പറേറ്റ് പണം, ഞാൻ സഹായം, പിന്നെ ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഒരു അന്തരീക്ഷം, സാർവദേശീയ അന്തരീക്ഷമുണ്ട്, അതിൻ്റെ പുറത്താണ് ഇത് എമർജ് ചെയ്തിരുന്നത്. അതിനൊരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതുണ്ടാവുന്നുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ കേന്ദ്ര ബി ജെ പി ഇങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് പലരും കണക്കാക്കുന്നത്. കേന്ദ്ര ബി ജെ പി ഒക്കെ ഇത്രയും വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് തകരാമെങ്കിൽ കേന്ദ്ര ബി ജെ പിക്കൊക്കെ ഒരു മാറ്റം, ഇപ്പോൾ ഈ ലീഡർഷിപ്പ് മാറുമ്പോൾ തന്നെ, ഇപ്പോൾ ആർ എസ് എസ് ഒരു ഫോഴ്സായിട്ട് അതിൻ്റെ ഇതിനോടുകൂടി അവിടെ ഒരു ഭാഗത്ത് നിൽക്കുമെങ്കിലും ജനം എന്ന് പറയുന്നത് അതിനൊക്കെ എത്രയോ അപ്പുറത്താണ്. കുറച്ച് കേഡർമാരും കുറച്ച് ആളുകൾക്കും മാത്രമായിട്ടൊന്നും അതിനെ എല്ലാ കാലത്തും നിയന്ത്രിക്കാൻ കഴിയില്ല. ഇപ്പോൾ നാഗ്പൂരിൽ ആസ്ഥാനത്തിരുന്നുകൊണ്ട് ഇന്ത്യയെ എല്ലാ കാലത്തും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ അവർ സാങ്കേതിക അർത്ഥത്തിൽ വിജയിച്ചു നിൽക്കുന്നൊരു സമയമാണ്. പക്ഷെ അതിനൊരു മാറ്റം ദേശീയ അടിസ്ഥാനത്തിൽ വരുന്നൊരു കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ എംസ്റ്റീൻ ഫയൽ തന്നെ കൃത്യമായിട്ട് പുറത്തു വന്നാൽ കുറയാവും. സുബ്രഹ്മണ്യ സ്വാമി ഒരു ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ, സാർവദേശീയ രംഗത്ത് തന്നെ ട്രംപ് തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഭാവി അനിശ്ചിതത്തിലാവുന്ന കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ന്യായാന്യായങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, അത് സംസ്ഥാനത്തെ ഒക്കെ ബാധിക്കുമല്ലോ. ഇപ്പോൾ ബംഗാൾ ഇലക്ഷനും കൂടെ അവർ ജയിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് ഒരു വലിയ ഇതായിട്ട് കണക്കാക്കേണ്ട, നിരാശപ്പെടേണ്ട കാര്യമില്ല. SIRഉം ഇലക്ഷൻ കമ്മീഷനും ഇനി വരാൻ പോകുന്നൊരു ഡീലിമിറ്റേഷൻ കമ്മീഷനും ഒക്കെ അവരുടെ കയ്യിലായിരിക്കും, സംശയമില്ല. പക്ഷെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടായാലും ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ജീവിതാനുഭവങ്ങളിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ ജനങ്ങളാണ് ആത്യന്തികമായി ചരിത്രം സൃഷ്ടിക്കുക. അവരുടെ പക്ഷേ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് വർഗീയം ആ രീതിയിലേക്ക് അല്ല, വർഗീയത എന്ന് രാഷ്ട്രീയത്തെ പറയുന്നത് വിഴുങ്ങുകയാണ്. അല്ല, അതെ, ആ റിയാലിറ്റിയെ നമ്മൾ കാണണല്ലോ. ഞാൻ പറയുന്നത് പോലെ വർഗീയത എന്ന് പറയുന്ന വളരെ മനുഷ്യത്വരഹിതമായിരിക്കുന്ന ഒരു സംഗതിയെ കൂടെ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ കേരളത്തിലും അതിങ്ങനെ ശക്തിപ്പെട്ടു വരികയാണ്. അതാണ്. അല്ല, ഞാൻ പറയുന്നത് അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, UDFന്റെ ഈ വിജയത്തിന്റെ പുറകിൽ ആ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് വലിയൊരു പങ്കുണ്ട്. ഇടതുപക്ഷം പോലെ മതന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും ബന്ധുക്കളായ, അതിനുവേണ്ടി എപ്പോഴും നിലകൊണ്ട ഒരു ഒറ്റപ്പെട്ട ചില സംഭവങ്ങളോ ഉദാഹരണങ്ങളോ ചില ജസ്റ്റേഴ്സ്, ചില ഇന്നാൾ കാറ് കയറ്റി, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ എന്താണ് അതിന്റെ ജീനിലുള്ള, അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഈ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരു കാര്യമായ ഉദാഹരണവും പറയാനില്ലാതെ. അപ്പൊ അത് ഡിവിസീവായ സമൂഹത്തിനകത്ത് അവരത് തിരിച്ചറിയും. അല്ല, ഞാനത് ഉറപ്പായിട്ടും തിരിച്ചറിയും. മതന്യൂനപക്ഷങ്ങൾ, അതിൻ്റെ സംഘടനകൾ, ഈ നറേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായും തിരിച്ചറിയണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. വെച്ചാൽ ഇത് ഒരു പ്രത്യേകമായ രീതിയിൽ ഇടതുപക്ഷത്തെ ചിത്രീകരിച്ച് ഇടതുപക്ഷത്തിനെ സഹായിക്കുന്നവരിലും സ്നേഹിക്കുന്നവരിലും പോലും ആശയക്കുഴപ്പം ഉണ്ടാക്കി അതിനെ പറ്റുമെങ്കിലും ഒന്ന് ശിഥിലമാക്കി കുറച്ചുപേർ അതിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന വളരെ ദുഷ്ടലാക്കോടുകൂടിയൊരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കി നറേഷൻ. അത് LDF മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെ തീർച്ചയായിട്ടും അഭിജീവിക്കും. എന്തായാലും എന്തുകൊണ്ട് തോറ്റു എന്നതിൽ വളരെ വിശദമായി തന്നെ അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ, CPIയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്, രാജ്യസഭ അംഗമാണ്. അദ്ദേഹം വളരെ താത്വികമായി തന്നെ നമ്മളോട് വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് തിരിച്ചു വരാൻ കഴിയുക എന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. മതന്യൂനപക്ഷങ്ങളെ എന്നും ചേർത്തു പിടിച്ച പ്രസ്ഥാനമാണ് ഇടതുമുന്നണി. പക്ഷേ ഇടതുപക്ഷം ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന ഒരു പ്രചരണം ശക്തിപ്പെടുത്താൻ വലതുപക്ഷത്തിന് കേരളത്തിൽ കഴിഞ്ഞു. അതാണ് ഇവിടെ വിജയിച്ചതും. വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം സംഭവിച്ചതാണ് ഇടതുമുന്നണി ഈ 102 സീറ്റിലെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണം എന്നതിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ മറ്റു പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങളൊക്കെ തന്നെ കണ്ടെത്തുക, തിരുത്തുക. തിരിച്ചു വരാൻ ഒരു പ്രയാസവുമില്ല കേരളത്തിൽ ഇടതുമുന്നണിക്ക് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഒരു തരത്തിലും ഇടതുമുന്നണിയുടെ അടിത്തറ തകരുന്ന ഒരു സംഭവം കേരളത്തിൽ ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസം കൂടിയുണ്ട്
അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാറിന്. അദ്ദേഹം നമുക്കറിയാം ഈ വിഷയങ്ങളിലൊക്കെ ന്യൂനപക്ഷ വിഷയങ്ങളിലൊക്കെ തന്നെ പാർലമെന്റിൽ എത്രമാത്രം ശബ്ദമുയർത്തിയ MP ആണ് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. ഓരോ വിഷയം വരുമ്പോഴും BJPയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒക്കെ മുഖത്ത് നോക്കി ചോദ്യം ചോദിച്ച നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ മനസ്സിൽ ഏത് രീതിയിലാണ് ന്യൂനപക്ഷങ്ങളോടുള്ള ആ കരുതലുള്ളത് എന്നത് നമ്മൾ കണ്ടതുമാണ്. പക്ഷേ പ്രചരിപ്പിക്കപ്പെട്ടത് മറ്റു പലതുമാണ്. ഇടതുപക്ഷത്തിൻ്റെ ആ മറ്റൊരു മുഖം എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ കനകൂലു സിദ്ധാന്തമൊക്കെ അതിൽ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഉറപ്പാണ്. അപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം തിരിച്ചു വരും, ആ ആത്മവിശ്വാസം തന്നെയാണ് നേതാക്കൾക്കെല്ലാം ഉള്ളത്. ഇനിയൊരു പോരാട്ടത്തിൻ്റെ കാലമാണ് എന്ന് നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. അടുത്ത 5 വർഷം ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് പിണറായി വിജയനും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇടതുപക്ഷമില്ലാത്ത കേരളം അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള കേരളത്തിൻ്റെ ഇന്ന് നാം നേടിയിട്ടുള്ള എല്ലാ പുരോഗതിയുടെയും സാംസ്കാരികമായ ഉന്നതിയുടെയും ഒക്കെ തകർച്ചയായിരിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. എന്തായാലും ഇടതുപക്ഷം തകരാതിരിക്കട്ടെ, മുന്നോട്ട് പ്രയാണം തുടരട്ടെ. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാറാണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. നമ്മൾ ഇപ്പോൾ ഈ ശൈലി എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ചർച്ച എല്ലാ പാർട്ടികളിലും നടത്തുമ്പോൾ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാറിനെ പോലുള്ള നേതാക്കളുടെ ശൈലിയും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ശൈലിയും ആളുകൾക്ക് ഇഷ്ടമാണ്. നമ്മൾ KV സുമേഷിനെയൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാറും. എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.